സാമൂഹികമായ നമ്മുടെ സ്നേഹരീതികളെയും അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. ഏവർക്കും എഴുന്നേൽക്കാം. ടി. ജോർജ് കുട്ടി തിരുവനന്തപുരം സംഗീതം നൽകിയ ശതാബ്ദി ഗാനം
ജോൺബോഷ്, സദസ്സിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന വികാരി ഫാദർ ചെറിയാൻ പി വർഗീസ് സംസാരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി, പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ആന്റോ ആന്റണി MP ആണ്. അല്പസമയത്തിനുള്ളിൽ വന്നു ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. സോനി പ്രകാശനം ചെയ്യുന്നത് വെബ് വെബ്സൈറ്റ് ഉദ്ഘാടനം ജോസഫ് പുതുശ്ശേരി അല്പസമയത്തിനുള്ളിൽ വന്നു ചേരും. ഈടവയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കാൻ വന്നിരിക്കുന്ന റജി ചാക്കോ കല്ലുപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൂസൻ തോമസ്, കൂടി വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരും, കല്ലുപ്പാറ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയം 100 വർഷം തികഞ്ഞിരിക്കുന്നു എന്നുള്ളതായ സന്തോഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം തമ്പുരാൻ അവസരം നൽകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവയുടെ ആരംഭത്തിലേക്ക് നോക്കുമ്പോൾ മാരട്ട് ഔസേപ്പ് ഇടിച്ചാണ്ടി, ഔസേപ്പ് മത്തായി, പൗലോസ് നൈനാൻ, ജോസഫ് ഉമ്മൻ, പൗലോസ് ജോസഫ് എന്നിവർ കൂടി ഒരു ദേവാലയം സ്വന്തമായി അവരുടെ വസ്തുക്കളിൽ ഒരു ദേവാലയം പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ സന്ദർഭത്തിൽ മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന വട്ടശ്ശേരിയിൽ തിരുമനസിലേക്ക് വിവരം അറിയിക്കുകയും തിരുമനസ്സുകൊണ്ട് ഈ വ്യക്തികളോട് ചോദിച്ചു, ഞാൻ ആരുടെ നാമത്തിൽ ഈ ദേവാലയം പണിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, സ്വർഗം തുറന്നതായ സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടതായ സ്തേഫാനോസുകളുടെ നാമത്തിൽ ഒരു ദേവാലയം പണിയണമെന്ന് തിരുമനസിന്റെ സന്നിധിയിൽ അവർ ആവശ്യപ്പെട്ടു. തിരുമേനി അത് അനുവദിക്കുകയും ഇവിടെ ഒരു ദേവാലയം പണിയപ്പെടുവാൻ അനുവാദം കൊടുക്കുകയും അങ്ങനെ കല്ലുപ്പാറ പുത്തൻപള്ളി അല്ലെങ്കിൽ മാരേട്ടുപള്ളി എന്ന് പറയുന്നതായ ദേവാലയം ദൈവനാമത്തിലും സഹതായുടെ മധ്യസ്ഥൽ തേടിക്കൊണ്ട് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ആദ്യം 2 ഞായറാഴ്ചകളായി കുർബാനകൾ ചൊല്ലുന്നതായ സംവിധാനം ഉണ്ടായെങ്കിൽ 50 വർഷം കഴിഞ്ഞപ്പോൾ ഈ ദേവാലയം പരിശുദ്ധ സഭയ്ക്ക് നൽകുവാനായി തീരുകയാണ്. ആ സന്ദർഭത്തിൽ മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന ഔഗ്യൻ ബാബയുടെ കാലത്തും നെടുമദ്രാസ മെത്രാപ്പോലീത്തയുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ പള്ളി നെടുമദ്രാസത്തിലെ ദേവാലയമായി തീരുന്നതായ സന്ദർഭമായി തീരുകയാണ്. ഈ ദേവാലയം സഭയ്ക്ക് എഴുതി കിട്ടിയപ്പോൾ കല്ലുപ്പാറ പള്ളിയിൽ നിന്നും അതുപോലെ വിവിധ ഇടവകളിൽ നിന്നുമായിട്ട് 100-200ഓളം കുടുംബാംഗങ്ങൾ ഇന്ന് ഈ ഇടവകയിലേക്ക് വന്നു ചെയ്യുന്ന ഇടവകങ്ങളായി തീരുകയാണ്. ദൈവത്തിന്റെ കരുണയാലും വിശുദ്ധനായ മധ്യസ്ഥയാലും എല്ലാ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ഇന്ന് ഈ ദേവാലയം പരിശുദ്ധ സഭയിലെ നെടുമദ്രാസത്തിലെ ഒരു ഉന്നതമായ ദേവാലയമായി തീരുന്നതിൽ ദൈവത്തെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാം. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാമൂഹ്യമായ രംഗത്തും സമുദായ രംഗത്തും പല നേതൃത്വമുള്ളതായ വ്യക്തികൾ ഈടവയിൽ നിന്നുള്ളവാനായി സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നമുക്ക് സാമുദായികമായ രംഗത്തേക്ക് നോക്കുമ്പോൾ കൊച്ചി ഭദ്രാസനത്തിന്റെ അധിപൻ യാക്കൂബ് ആരേലിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ ഇടവകാംഗമാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്തും അനേക വ്യക്തികൾ ഈ ഇടവയിൽ നിന്ന് പൊന്തി വരുവാനായി സാധിച്ചിട്ടുണ്ട്. 100 വർഷം തികയുന്നതായ സന്ദർഭത്തിൽ
ഇടവകയുടെ പൊതുയോഗം കൂടി ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ദൈവികമായ അനുഭവത്തിൽ കൂടി ഒരു ശതാബ്ദി കൊണ്ടാടണം എന്ന് നമ്മൾ തീരുമാനമെടുത്തു. 2016 ജനുവരി മാസം 8-ാം തീയതി പരിശുദ്ധനായ സ്തെഫാനോസ്തായുടെ പെരുന്നാൾ ദിവസം അഭിമന്യനായ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യുകയും വൈദിക ട്രസ്റ്റി ജോൺ സബ്രാമച്ചൻ ആശംസകൾ അർപ്പിക്കുകയും ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വിവിധമായ ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ കരുണയാൽ ആ തീരുമാനങ്ങൾ എടുത്തതായ കാര്യങ്ങൾ ദൈവോചിതമായ ദൈവത്തിൻ്റെ കൃപയാൽ നിർവഹിക്കപ്പെടുവാനായി സാധിച്ചു. ഇടവകയുടെ പൊതുയോഗം ആഗ്രഹിച്ചു കയറി വരുന്നതായ ഒരു മുൻപിൽ പള്ളിയുടെ മുമ്പിൽ ഒരു പടിപ്പുര പണിയണം എന്നുള്ളതായ ആഗ്രഹം ഇടവ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ ഇടവാങ്ങളായ പെരിയത്തെ കുടുംബാംഗങ്ങൾ സസന്തോഷം സ്വീകരിക്കുകയും ഇന്ന് മനോഹരമായ ഒരു പടിപ്പുരയുടെ പണിയപ്പെടുവാനും കഴിഞ്ഞ ദിവസം അഭിമന്യ ഇടവത്രാപ്പൊരുത്ത തിരുവനന്തപുരത്തുകൊണ്ടും ഐറേനിയോസ് തിരുവനന്തപുരത്തുകൊണ്ടും അത് ശുദ്ധീകരിക്കപ്പെട്ടതായ അനുഭവത്തിലേക്കാണ് കാണുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇടവകയിൽ പുനരുദ്ധാനം ചെയ്യുവാനായ ഒരു അനുഭവം വീട് വെച്ചു കൊടുക്കുവാനായി സാധിച്ചു. ക്രിയാത്മകമായ അനേക പദ്ധതികൾ ആവിഷ്കരിച്ചു. പെൻഷൻ പദ്ധതി, അതുപോലെയുള്ളതായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, പള്ളിയുടെ സമീപത്ത് പള്ളിപ്പടിക്കൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയുവാനും അങ്ങനെ ക്രിയാത്മകമായ എല്ലാ കാര്യങ്ങളും ഈ വർഷങ്ങളിൽ ചെയ്യുവാൻ തീരുമാനമെടുത്തത് സന്തോഷമായി അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചു എന്നുള്ളതായ കാര്യം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത്, അന്നത്തെ മീറ്റിംഗിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയാണ്. കാതോലിക്ക ബാബ തിരുമേനിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് മലങ്കര മെത്രാപ്പൊലീത്തയായ ശേഷം ഇവിടേക്ക് ആദ്യമായിട്ടാണ് എഴുന്നള്ളി വരുന്നത്. ഈ പെരുന്നാൾ ദിവസം ഇവിടേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അജപാലകരെയും വിശ്വാസികളെയും ഒരുമിച്ച് നിർത്തി മലങ്കര സഭയ്ക്ക് ഐക്യവും സ്നേഹവും പകർന്നു വരുന്ന പരിശുദ്ധ ബാബ തിരുമേനി ഭാരതത്തിലെ സഭാ നേതാക്കളിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി തീർന്നിരിക്കുകയാണ്. പല ശ്രേഷ്ഠമായ ചുമതലകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ നെരവമ്പള്ളിയുടെ പെരുന്നാൾ വെച്ച് പരിശുദ്ധ ബാബ തിരുമേനിയോട് ഈ കാര്യം ഞാൻ ഓർപ്പിച്ചു. പുതിയ ഡയറി വന്നപ്പോൾ എന്നെ വിവരം വിളിച്ചു. ഈ ദിവസം ക്രമീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ഈ ശതാബ്ദി സമാപന മീറ്റിംഗിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ ബാബ തിരുമേനിയിലേക്ക് ഇടവകയുടേതായ ഭക്തി ആദരവുകൾ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ യൂഹാനൻ മോർ ക്രിസോസ്റ്റോമോസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വൈദികനായിരിക്കുന്നതായ സന്ദർഭത്തിൽ 3-4 വർഷം ഈ ഇടവകയുടെ വികാരിയായി പ്രവർത്തിച്ചു. എല്ലാവർക്കും അറിയപ്പെടുന്നത് ഞങ്ങളുടെ ജോൺസിയച്ചൻ എന്നുള്ളതായ ചിന്താഗതിയാണ്. പ്രായമുള്ള വ്യക്തികൾ ഇതൊക്കെ ജോൺസിയച്ചനല്ലേ എന്ന് പറയുന്ന അനുഭവമാണ്. ഈ ശതാബ്ദിയുടെ ആരംഭം മുതൽ തിരുമേനിയെ വിവരങ്ങൾ അറിയിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം മാർഗമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തിരുമേനി ഇത് അക്കമിട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. ഓരോ മീറ്റിംഗിലും ഈ തിരുമേനിയുടെ കാര്യങ്ങൾ മുമ്പാകെ അറിയിക്കുകയും തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളുകയും ചെയ്യും. ഓരോ മീറ്റിംഗിലും ഒരു സുപ്രഭാതത്തിൽ വിദ്യ ആരംഭം കുറിക്കുന്നതായ സന്ദർഭത്തിൽ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കൊടുക്കുന്നതായ ഒരു സംരംഭം ഉണ്ടായി. തുടർന്ന് അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ഇടവകയിലെ രോഗികളായി കിടക്കുന്ന എല്ലാവരുടെ ഭവനങ്ങളിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയും അവരെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ അധ്യക്ഷനായിരിക്കുന്നു ഭദ്രാസനത്തിൽ മെത്രാപ്പൊലീത്തായും മുൻ വികാരിയുമായിരുന്ന ആ ജോൺസിയച്ചൻ ഇടവമെത്രാപ്പൊലീത്തയായിട്ട് ഇന്ന് അധ്യക്ഷവേദിയിൽ അലങ്കൃതമായിരിക്കുകയാണ്. ഈ ശതാബ്ദിയുടെ സമാപന മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ യൂഹാനൻ മോർ ക്രിസോസ്റ്റോമോസ് മെത്രാപ്പൊലീത്തയ്ക്ക്
ഇടവേള നാമത്തിലുള്ള ഭക്തിയാത്രകൾ സമർപ്പിക്കും. പെൻഷൻ പദ്ധതിയെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. തക്കതായ സമയത്ത് ആന്റണി MP വന്നു ചേരും. അതുപോലെ തന്നെ സുവനീർ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മാരട്ട് എബ്രഹാം കോർപ്പിസ്കോപ്പാച്ചൻ. അച്ഛൻ സോവനീറിൽ പ്രാർത്ഥിക്കൽ കണ്ടു. കലുഷിതമായ സഭയുടെ അന്തരീക്ഷത്തിൽ മാരട്ട് കുടുംബത്തിൽ നിന്ന് വൈദിക പദവിയിലേക്ക് പ്രശ്നങ്ങൾ ഏറിയിരിക്കുന്ന സന്ദർഭത്തിൽ കാതോലിക്ക സിംഹാസനത്തിന് വേണ്ടിയും മലങ്കര മാർത്തോമായുടെ സിംഹാസനത്തിന് വേണ്ടിയും ഇടവയിൽ ആദ്യം പട്ടമേറ്റതായ ഒരു അച്ഛനാണ്. അച്ഛൻ ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ ഇടവാണെങ്കിലും ബാംഗ്ലൂരിലാണ് താമസം. വിവരങ്ങളെല്ലാം അറിയിച്ചു. നേരത്തെ തന്നെ ഇവിടെ വന്നു. 7-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജൂബിലിയുടെയും പെരുന്നാളിൻ്റെയും എല്ലാ കാര്യങ്ങളിലും വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട മാരട്ട് എബ്രഹാം കോർപ്പിസ്കോപ്പാച്ചന് ഇടവേള നാമത്തിലുള്ളതായ സ്നേഹം സ്വാഗതം അറിയിക്കുകയും ചെയ്തു. ഇന്നത്തെ ആശംസകൾ അറിയിക്കുന്നത് റെജി ചാക്കോ കല്ലുപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ചെങ്ങന്നൂർ സ്വദേശിയാണ്. ചെങ്ങന്നൂർ ഇടവകക്കാരനാണ്. ഏത് കാര്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ വണ്ടി എൻ്റെ കാര്യം എന്നുള്ള കാര്യത്തിൽ ഏത് സന്ദർഭത്തിലും ഓടിക്കടന്നു വരുന്നതായ കല്ലുപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി ചാക്കോയ്ക്ക് ഈ ഇടവേള നാമത്തിലുള്ളതായ സ്വാഗതം നേരുകയും ചെയ്യുന്നു. ഈ വാർഡിൻ്റെ മെമ്പർ സൂസൻ തോമസ് കല്ലുപ്പാറ ഇടവകാംഗമാണ്. ഈ വാർഡിൻ്റെ മെമ്പറാണ്. ഏത് കാര്യങ്ങളും ഈ സമീപത്തുള്ള എല്ലാ കാര്യങ്ങളും പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ കടന്നു വന്ന് വേണ്ടത് ചെയ്യണമെന്നുള്ളതായ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സൂസൻ തോമസിന് ഇടവേള നാമത്തിലുള്ളതായ സ്വാഗതം നേരുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഈ ഇടവകയുടെ മുൻ വൈദികരാണ്. 50 വർഷങ്ങൾക്ക് ശേഷം ഇടവകയുടെ ആദ്യത്തെ വികാരിയായി കടന്നു വന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനാണ്. അതുപോലെ അനേക വൈദികരുണ്ട്. ഇവിടെയൊക്കെ പേരുകൾ പുറകെ വായിക്കുന്നതാണ്. പല അച്ഛന്മാർക്ക് അവരുടെ ഇടവകളിൽ കല്യാണങ്ങളും മറ്റുള്ളതിനാൽ വരുവാൻ സാധിക്കുന്നില്ല. അവരുടേതായ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ വൈദികരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും ഇടവേള നാമത്തിലുള്ളതായ സ്വാഗതം നേരുകയും ചെയ്യുകയാണ്. ഈ ഇടവകയുടെ കോയർ സെറ്റില് ഇതുപോലെയുള്ള ഗാനങ്ങൾ പഠിപ്പിക്കാൻ ഏത് കാര്യത്തിലും ഉത്സാഹമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജോലി സാറിനെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ചമ്മാച്ചനായിരിക്കുന്ന കാലത്ത് മാവേലിക്കര വിശ്വസത്തിലൊക്കെ ഇരിക്കുമ്പോഴും അവിടെ വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ്. ഈ ഇടവകയുടെ കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ കടന്നു വന്ന് ഗാനങ്ങൾ പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലാക്കിത്തരുന്ന ജോർജ് സാറിന് ഈ ഇടവേള നാമത്തിലുള്ളതായ സ്വാഗതം നേരുകയാണ്. 1 വർഷക്കാലമായിട്ട് ഈ ഇടവകയുടെ ശതാബ്ദി കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിച്ചത് പണം ദൈവം തരുന്നതായ കാര്യമാണെങ്കിലും ദൈവത്തെ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ ആരുടെ നാമത്തിൽ സ്ഥാപിതമായോ ഈ സ്തെഫാനോസിന്റെ മധ്യസ്ഥ അനുഗ്രഹപ്രദമാണ്. എൻ്റെ ഇടവക ജനങ്ങൾ ആത്മാർത്ഥമായി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപാരവൃദ്ധം ജനങ്ങൾ ഇതിൽ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. ആത്മീയ പ്രസ്ഥാനങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, ജൂബിലി കമ്മിറ്റികൾ എല്ലാം ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതായ സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇടവേള നാമത്തിലുള്ളതായ വികാരി എന്ന നിലയിൽ സ്വാഗതം നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഉപരിയായി ദൈവം 1 വർഷക്കാലമായിട്ട് ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ നന്മകളും ഇടവേള പിതാവായ സ്തെഫാനോസിന്റെ മധ്യസ്ഥയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇത് വിജയപ്രദമാക്കി തീർത്തു. അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ സ്വാഗതം നേർന്നുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. 1 വർഷക്കാലം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരിയൻ കാതോലിക്ക ബാവ തിരുമേനി ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ ഇടവകയുടെ മുൻവികാരിയും ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായുമായിരിക്കുന്ന അഭ്യർത്ഥന ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, അധ്യക്ഷ വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന പ്രിയപ്പെട്ട ഏബ്രഹാം മാരേട്ട് കോറപ്പിസ്കോപ്പാച്ചൻ, എം മത്തായി കോറപ്പിസ്കോപ്പാച്ചൻ, പ്രിയപ്പെട്ട ഏബ്രഹാം തരകനച്ചൻ, ഇടവയുടെ വികാരി ചെറിയാൻപി വർഗീസച്ചൻ, ഇവിടെ വാർഡ് അംഗം എന്ന നിലയിൽ ചന്ദ്രികതയായിരിക്കുന്ന ശ്രീമതി സൂസൻ തോമസ്, മറ്റ് ഇടവയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ഭരണ ചുമതലപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഒരു ഇടവകയുടെ ജൂബിലി ആഘോഷിക്കുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം ആദ്യമായി ഞാൻ ഉന്നയിക്കുകയാണ്. വളരെ ദീർഘമായൊരു പ്രസംഗം ചെയ്യാൻ ഞാനൊരു സമയം എടുക്കുന്നില്ല. എങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളുടെ, ഇടവകയുടെ, വ്യക്തികളുടെ ഒക്കെ നാഴികക്കല്ലുകളെന്ന് കരുതപ്പെടാവുന്ന വർഷങ്ങൾ ജൂബിലിയായിട്ട് നമ്മൾ ആഘോഷിക്കും. ഈ ജൂബിലി ആഘോഷം ആദ്യം കണ്ടുപിടിക്കുന്നത് തന്നെ ബൈബിളിൽ നിന്നാണ്. ദൈവമാണ് ഈ ജൂബിലി ആഘോഷിക്കണമെന്ന് ആദ്യം മനുഷ്യരോട് പറഞ്ഞത്. വേദഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച ആ ആശയം ഇന്ന് എല്ലാ മതങ്ങളിലും, എല്ലാ ലോകങ്ങളിലും, എല്ലാ സ്ഥാനങ്ങളിലും, സ്ഥാപനങ്ങളിലും ഇന്ന് അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ജൂബിലി ആഘോഷം 2-3 കാര്യങ്ങൾ ഈ ജൂബിലി ആഘോഷത്തിൽ നാം സ്മരിക്കേണ്ടതുണ്ട്. ഒന്ന്, അതൊരു സെലിബ്രേഷനാണ്. ഇന്ന് നമുക്ക് സെലിബ്രേഷൻ വലിയ ഇഷ്ടമാണ്. ചെറുതോ വലുതോ ആയ സെലിബ്രേഷൻ എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം. അത് അതിൻ്റെ മട്ടും കെട്ടും നന്നാകത്തക്ക വണ്ണം എത്രയും ആഡംബരപ്രദമാക്കാമോ, അല്ലെങ്കിൽ കൂടുതൽ ധനം ചെലവ് ചെയ്യാമോ, അങ്ങനെയുള്ള പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ജൂബിലി ആഘോഷിക്കുന്നത് ഒരു സെലിബ്രേഷനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജൂബിലി ആഘോഷത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഈ പഴയ നിയമ ഗ്രന്ഥം, പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ പഴയ നിയമഗ്രന്ഥം വായിക്കുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ഇവൻ്റുകൾ, സംഭവങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു വാചകം അവസാനം എഴുതി ചേർക്കാറുണ്ട്. ഈ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എന്ന ഇന്നത്തെ ഈ ഇടപെടൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അത് പെസഹ പെരുന്നാളായിരുന്നാലും, കൊയ്ത്ത് പെരുന്നാളായിരുന്നാലും, പെന്തിക്കൊസ്തി ആയിരുന്നാലും ഒക്കെ. പെന്തിക്കൊസ്തി എന്ന് ഞാൻ പറയുന്നത് പുതിയ നിയമത്തിലെ അല്ല, വാരഫല പെരുന്നാൾ. അവിടെയൊക്കെ ഒരു വാചകം എഴുതി ചേർത്തിട്ടുണ്ട്: നിങ്ങളുടെ മക്കൾക്ക്, തലമുറകൾക്ക് ഇത് കാലാകാലങ്ങളിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. മന്ന പൊഴിഞ്ഞതും 10 കൽപ്പനകൾ ലഭിച്ചതും അതുപോലെ തന്നെ സംഹാരദൂതൻ്റെ കടന്നുപോക്കും, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ വർത്തമാന കാലഘട്ടത്തിലുള്ളവർ മാത്രം ഗ്രഹിച്ചാൽ പോരാ, നമ്മുടെ തലമുറയിലെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളും വളരുന്ന മക്കളും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ജൂബിലി, ഈ കല്ലൂപ്പാറ, ഈ മടത്തുംഭാഗം സെൻറ്റ് സ്റ്റീഫൻ ദേവാലയത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ, ജൂബിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഗ്രാഹ്യവുമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കുട്ടികളും വളരുന്ന തലമുറകളുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങൾ അവരറിയാതെ തന്നെ അവരെ ബോധവൽക്കരിക്കാൻ കഴിയും. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാരെ പല കാരണങ്ങളാലും ഈ ഗ്രാമപ്രദേശത്ത് ഒരു ദേവാലയം സ്ഥാപിക്കാനിടയായി. ഒരുപക്ഷെ അവർക്ക് കല്ലുകാറ പള്ളി വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ തുടരാനുള്ള സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ എരിവേറിയ തീഷ്ണതയുള്ള, സഭയോടും സഭയുടെ വിശ്വാസത്തോടും ശക്തമായി പ്രതിബദ്ധതയുള്ള ഏതാനും പേരെ വിചാരിച്ചു ഇവിടെ തന്നെ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന്. എന്ത് ത്യാഗപൂർണമായൊരു തീരുമാനമാണ്! ഒരു ദേവാലയം ഉണ്ടാകുക, അത് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് സ്വയമായി, സ്വതന്ത്രമായി ഇവിടെ ഒരു ആരാധന നടത്താനുള്ള ഒരു ഇടമുണ്ടാകണമെന്ന് ഉടയ തമ്പുരാൻ നേരത്തെ നിശ്ചയിച്ചു എന്ന് വേണം പറയാൻ. അതിന് ചിലരൊക്കെ ഉപകരണങ്ങളായി.
അങ്ങനെ ഇവിടെ ദേവാലയം ഉണ്ടായി. അതിന് 100 വർഷം തികയാണ്. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ ഭൂതകാല സംഭവങ്ങളുടെ സാഹചര്യങ്ങളുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ കുട്ടികൾക്ക് അവബോധമുണ്ടാകണം. അപ്പോൾ അവരെ അത് കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവരാ ചരിത്രം നമ്മൾ പറയാതെ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് പഴയ നിയമ ഗ്രന്ഥത്തിൽ യഹോവയാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം ഉണ്ടാകുമ്പോൾ അത് മന്ന പൊഴിഞ്ഞതായാലും കൊള്ളാം, മറ്റെന്തായാലും പറയാം, നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതെല്ലാം കാലാകാലങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടിയാണ് എന്ന് പറയാതിരുന്നുകൂടാ. മൂന്നാമതായിട്ട് ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ചില ക്രിയാത്മകമായ പ്രവർത്തികൾ നമ്മുടെ പക്ഷത്തുണ്ടാകണം. അത് വേദപുസ്തക സംബന്ധമായിട്ട് അതിന് ചില വകുപ്പുകളൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ മോറൽ കോഡും അതുപോലെ തന്നെ സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടായിരുന്ന നിയമങ്ങൾക്ക് തുല്യമായ വിധത്തിലെ നിയമങ്ങളിലൂടെ തന്നെ ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ജൂബിലി ആഘോഷിക്കണമെന്ന് നിയമമൊന്നും ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. സഭയുടെ ഭരണഘടനയിൽ ഒരിടത്തും എല്ലാ പള്ളിക്കാരും ജൂബിലി ആഘോഷിക്കണമെന്ന് എഴുതി വച്ചിട്ടില്ല. നിയമങ്ങളിലൂടെ ഒന്നും നടപ്പിൽ വരുത്തേണ്ടതുമില്ല. പക്ഷേ നമുക്ക് സ്വമേധയെ അറിയാം, ഇതെല്ലാം ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരു മാതൃകയായ ജൂബിലി ആഘോഷം നടത്തണമെന്ന്. അത് ഏറ്റവും നല്ല നിലയിൽ ഇവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സന്തോഷം. ഭൂതകാല സ്മരണയുണ്ടായി, അതിനോട് ബന്ധപ്പെട്ട ഉപകരണങ്ങളായവരെ നമ്മൾ അനുസ്മരിച്ചു. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഈ കഥ, ഈ ജൂബിലി ആഘോഷത്തിൻ്റെ കാരണവും അതിൻ്റെ കഴിഞ്ഞകാല കാര്യങ്ങളൊക്കെ അവരെ ബോധവൽക്കരിച്ചു. അത് ഇരുന്ന് പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഈ പ്രസംഗവും ഈ പാട്ടും ഈ ആരാധനയും ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ താനേ അത് പഠിച്ചുകൊള്ളും. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് നടപ്പിൽ വരുത്താനുള്ളത്? ആ നടപ്പിൽ വരുത്താനുള്ളത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ചില അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ് യഹൂദന്മാരുടെ ഇടയിലെ, ഇസ്രായേൽക്കാരുടെ ഇടയിലെ ജൂബിലി നടപ്പിൽ വരുത്തിയത്. പല സ്വത്ത് സംബന്ധമായ നീക്കുപോക്കുകൾ ഉണ്ടാകണം, കടം വന്നവർക്ക് കടം ഇളച്ചു കിട്ടണം, അടിമത്തത്തിൽ ജീവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കണം, എല്ലാവർക്കും ഒരു സമത്വഭാവം ഉണ്ടാകണം, സ്വാതന്ത്ര്യം കിട്ടണം. അപ്പോൾ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന, അത് ഏതോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയോ അതോ റഷ്യൻ വിപ്ലവത്തിൻ്റെയോ ഒരു മോട്ടോ ആയിട്ട് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ജൂബിലി ആഘോഷത്തിലും അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഇന്ന് നമുക്കുണ്ട്. പിന്നെന്താണ് നമുക്കിന്ന് ഇല്ലാത്തതെന്ന് പറയുന്നത്, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവരെ സഹായിക്കണം, മനുഷ്യ സ്നേഹമുണ്ടാകണം. അങ്ങനെയുള്ള പൊതുവായ ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് ജൂബിലിയുടെ യഥാർത്ഥമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് എന്ന് നമുക്കറിയാം. അതൊക്കെ ഈ ഇടവക നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഒരു പരിധിവരെ ബഹുമാനപ്പെട്ട ചെറിയാൻ വർഗീസ് അച്ഛൻ, അഭിമന്യ തിരുമേനിയൊക്കെ നിങ്ങൾക്ക് നല്ല നേതൃത്വം നൽകി ഈ ജൂബിലി ആഘോഷത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ കൃത്യമായി നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് സന്തോഷമായ ഒരു സംഗതി. അതും ഇവിടുത്തെ കാരണവന്മാരെ ഇപ്പം 100 കൊല്ലം മുമ്പ് എല്ലാവരുടെ കൈകളിലും വേദപുസ്തകം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലൊന്നും ഉണ്ടായിട്ടില്ല, കാണാൻ വഴിയില്ല. കാരണം പ്രിൻറ്റിങ് തന്നെ നടപ്പിൽ വന്നിട്ട് ഒരു 150 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഒരാളുടെ വീട്ടിൽ ഒരു 5 or 6 വേദപുസ്തകങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായിച്ചില്ല എന്നുള്ള വേറെ കാര്യമാണ്. അത് എവിടെയെങ്കിലും നമ്മളൊരു അലമാരിയിൽ അവിടെ കൂട്ടായിട്ട് വെക്കും. പക്ഷേ അന്നത്തെ കാരണവന്മാർക്കും അറിയാമായിരുന്നു. ഈ സ്തേഫാനോസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ചമാശനാണ്, മഹാചെറുപ്പക്കാരൻ, ചാവേറാണ്, ക്രിസ്തുവിന് വേണ്ടി ചാവേറായിട്ട് പോകുന്ന ആളാണ്, എരിവുകാരനാണ്. അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നമ്മുടെ കാരണവന്മാർക്ക് അറിയാമായിരുന്നു. അത് വേദപുസ്തകം ഓരോരുത്തർ 2 വെച്ച് വായിച്ചിട്ടൊന്നുമല്ല. ഒരുപക്ഷെ അവർ സൺഡേ സ്കൂളിൽ പഠിച്ചു കാണും, അല്ലെങ്കിൽ അവരുടെ വൈദികരെ അവരോട് പ്രസംഗിച്ച് കാണും, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും പറഞ്ഞും ഒക്കെ നമ്മളറിയാം. അപ്പോൾ കാരണവന്മാർ പറഞ്ഞു,
ഞങ്ങളുടെ ദേവാലയം ഏറ്റവും പോരാളിയായ, ചാവേറായ, ക്രിസ്തുവിന് വേണ്ടി സ്വയം കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അത് മെത്രാച്ചനൊന്നും ആയിരുന്നില്ല, ഒരു ചമ്മാശൻ മാത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കണം ഈ ദേവാലയം ഉണ്ടാകേണ്ടത് എന്ന് അന്നത്തെ സഭയുടെ പ്രധാന തലവനോട് ഇവരെ ആവശ്യപ്പെടുകയും ആ തലവൻ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. എത്രമാത്രം ഒരു ഈ സ്തേഫാനോസ് എന്ന് പറയുന്ന ആ പരിശുദ്ധൻ്റെ ചെറുപ്പക്കാരനായ രക്തസാക്ഷിയുടെ തീവ്രത, വിശ്വാസത്തിൻ്റെ തീവ്രത, കഷ്ടം സഹിക്കാനുള്ള സന്മനസ്, ഏറുകൊണ്ട് കൊല്ലപ്പെട്ട് മരണം ഇങ്ങനെ പടിപടിയായി കടന്നു കയറുമ്പോഴും കർത്താവായ യേശുമശിഹ കുരിശിന്മേൽ വെച്ച അട്ടഹസിച്ചൻ്റെ പ്രതിരൂപം പോലെ അതിന് തുല്യമായ വാക്കുകൾ, ഈ പാപം ഇവരോട് നിർത്തരുതേ, സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കാണുന്നു, ഞാൻ അധൈര്യവാനല്ല, ഞാൻ ഭീരുവല്ല, എനിക്ക് നിരാശയില്ല, സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കാണുന്നു, വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരിക്കുന്ന ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകളിലെ എത്ര വലിയ ഒരു പ്രത്യാശയും ധൈര്യവും സമാധാനവുമാണ് ആ ചെറുപ്പക്കാരനിൽ കണ്ടത്. നമ്മൾ അങ്ങനെ കൊല്ലപ്പെടുകയാണ്. പക്ഷെ കൊല്ലപ്പെട്ടുകൊണ്ട് ഒന്നും അവിടെ സഭ നശിക്കുകയല്ല ഉണ്ടാകുന്നത്, സഭ വളരുകയാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ ചാവേറ ആയിത്തീരാൻ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ചെറുപ്പക്കാരും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ തയ്യാറാവുകയാണ്. അപ്പോൾ അത്രയും ഒരു ആത്മീയ പോരാളിയായ ഒരാളുടെ പേരിലാണ് ഈ ദേവാലയം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അതും നിങ്ങൾക്കൊരു പ്രചോദനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അഭിമന്യ തിരുമേനി നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് തിങ്കളാഴ്ചയാണ്, വേറെ ഒത്തിരി ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഇവിടെ വന്ന് നിങ്ങളോടുകൂടി ബലിയർപ്പിച്ച് ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് വളരെ സന്തോഷകരമായിട്ട് ഞാൻ കാണുന്നു. ഈ ഇടവക കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ വാരി ജനങ്ങൾക്ക് വിതരണം ചെയ്യത്തക്കവണ്ണം ഈ ഇടവയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജൂബിലിയുടെ സന്ദേശം മറക്കാതിരിക്കുകയും ജൂബിലിയുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം അവരെ ബോധവൽക്കരിക്കുകയും അത് മുഖാന്തരമായിട്ട് ഒരു സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എന്ന് പറയുന്ന നല്ല തത്വങ്ങൾ അത് പ്രവൃത്തി രൂപത്തിൽ നാം നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ ജൂബിലി ആഘോഷം ഒരിക്കലും സെലിബ്രേഷനല്ല, അതൊരു ഓപ്പറേഷനാണ്. ആ വിധത്തിൽ അതായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. ഇടവയ്ക്ക് എല്ലാ ഭാവുകങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ജൂബിലി, ശതാബ്ദി ജൂബിലി അതിൻ്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വാത്സല്യമുള്ളവരെ, വളരെ പരിശുദ്ധ ബാബാ തിരുമേനിക്ക് പല അത്യാവശ്യ അടിയന്തര കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തിരുമേനി ഇപ്പോൾ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ ഏതാവശ്യവും ഇടവകളുടെ കാര്യത്തിൽ അപേക്ഷിക്കുമ്പോഴും അതിനെല്ലാം അർഹിക്കുന്ന ഗൗരവം കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യം ഉറപ്പാക്കി എല്ലാ കൈത്താങ്ങലും പ്രാർത്ഥനയും ഒക്കെ തരുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ ഭദ്രാസനത്തിൻ്റെയും ഇടവകയുടെയും കടപ്പാടുകൾ അർപ്പിക്കുകയാണ്. ഈ സഭയെ ഈ നൂറ്റാണ്ടിൽ അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവം കൂടുതൽ കൃപ നൽകട്ടെ. തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തിരുമേനി യാത്രയാകുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തിരുമേനി യാത്ര അയച്ചു. ശതവർഷങ്ങളുടെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടവക ഒരു സ്മരണിക പുറത്തിറക്കുന്നു. ഇടവക അംഗമായ പ്രഥമ വൈദികനും ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ വൈദിക സേവനം നടത്തുന്ന വന്യ മാരേട്ട് എബ്രഹാം കൊറോപ്പിസ്കോപ്പ പ്രസ്തുത സ്മരണിക ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, ഇടവ മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയായ വൈദികര്, വിശുദ്ധ കുർബാനയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തിരുശക്തികൾ ആഘോഷിക്കുന്ന സമയമാണ്. അതിനുശേഷം നാം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. തിരുസുതരായി നാം ദൈവസുതരായിടുവാൻ ആയുഷ്കാല പഠിപ്പിച്ച പിതാക്കന്മാരെ. രാത്രി നമസ്കാരത്തിൻ്റെ 3-ാം കൗമാരുടെ ഒടുവിലും ഈ പ്രാർത്ഥന ചൊല്ലി ചുരുക്കി പറയുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ
പ്രാർത്ഥനകളിലും കുർബാനകളിലും നാം ഓർക്കണം. ഈ ദേശത്തിന് ഒരു വിളക്കായി തീരുവാൻ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ കൊച്ചുപള്ളി, കുന്നേപ്പള്ളി, മാരേട്ടുപള്ളി എന്നൊക്കെ അറിയുന്ന ഈ ദേവാലയം പണിയുവാൻ, ഇവിടേക്ക് അനേകർക്ക് വെളിച്ചം പകരുവാൻ, ജാതിമത ഭേദമെന്നെ വെളിച്ചം വരുവാൻ, ദൈവീയ വ്യാപാരത്തിൽ കൂടെ വെളിച്ചം പ്രാപിച്ച പിതാക്കന്മാർ ഇത് പോയി. നമ്മൾ ഈ സുവനീർ ഒരു പരസ്യത്തിൻ്റെതോ അല്ലെ ഉദ്ഘാടനത്തിൻ്റെയോ മാർഗമായിട്ടല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി നാം ഇത് മനസ്സിലാക്കണം. അതിനാണ് ഞാനിത് പറഞ്ഞത്. നാം ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിച്ചത് നമ്മളെ ദൈവീയ പദവിയിലേക്ക് വിളിച്ചിട്ടുള്ള പടത്തിലുള്ള മാതാപിതാക്കന്മാരാണ്. ഞാൻ 2 ദിവസം മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു കാര്യം ഓർത്ത് പറയാം. ഇന്ന് മനുഷ്യൻ മനുഷ്യനുമായിട്ടുള്ള സംസാരം, മനുഷ്യൻ മെഷീനുമായിട്ടാണ് സംസാരം. സോ വി ബിക്കെയിം ദ അഡിക്റ്റ് ഓഫ് മെഷീൻ. മാതാപിതാക്കളെ പോലും മറന്ന് ജീവിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മളൊക്കെ മറക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. കാരണം ചരിത്രം പരിശുദ്ധ ബാബാ തിരുമേനി വിശുദ്ധ കുർബാനയിൽ ഓർപ്പിച്ചപോലെ ജൂബിലി എന്ന് പറയുന്നത് പഴയകാല ചരിത്രത്തെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, വർത്തമാനകാലത്തിലെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഭൂതകാലത്തിലെ വരുന്ന തലമുറയ്ക്ക് ഓർക്കുവാനുള്ളത്. ഞാൻ ഒരു മുഴുപ്പും പറയാൻ വേണ്ടിയല്ല. ബാംഗ്ലൂരിൽ ഓർത്തഡോക്സ് പിന്നെ തിരുമേനിക്ക് അറിയാവുന്ന സംഗതിയാണ്, ആരാധനാർത്ഥത്തിൻ്റെ ഗോൾഡൻ ജൂബിലി നടത്തിയതിന് സ്മാരകമായിട്ട് ചെയ്ത ഒരു സംഗതി. ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് നമ്മുടെ ഇടവാങ്ങൾ വാങ്ങിച്ചൊരു സ്ഥലത്ത് മാർത്തകളി എന്ന് പറയും, അവിടെ ജൂബിലി മെമ്മോറിയൽ ചാപ്പൽ എന്നും പറഞ്ഞ് പണിത് 3.5 മാസം കൊണ്ട് പണിതു. ഇന്ന് ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഒന്നായി തീർന്നു. ഞാൻ ദേവാലയം പണിതിച്ചതിൻ്റെ ചുമതല കൊണ്ട് പറയല്ല. നമ്മൾക്ക് ചരിത്രപരമായി നാം ഈ ദേശത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്കും മറ്റുള്ളവർക്കും പകർന്നു തരുവാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ കൊട്ടും കുരവയും സ്വർണ്ണ കൊടിമരങ്ങളോ കുരിശും തൊട്ടികളോ അല്ല, മറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കുന്നെങ്കിൽ മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. പരിശുദ്ധ മാതാവിനെ ഒക്കെയും പരിചയപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഞാൻ വളരെ ചുരുക്കി പറയാം, സുവിശേഷമുള്ളൊരു സംഭവമാണ്. നിന്റെ മാതാവും സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുന്നു പറയുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ മാതാവാരെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവനാണ് എൻ്റെ മാതാവും എൻ്റെ സഹോദരനും സഹോദരിയും എന്നറിയിച്ചത്. നാം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആ വെളിച്ചം പ്രാപിച്ചവരാണെങ്കിൽ, കൂടുതൽ പ്രകാശം പരത്തുവാൻ ദൈവത്തിൻ്റെ ഈ കൃപ, ഈ അവസരം, ഈ ജൂബിലി സ്മാരകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ സുവനീർ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഹെഡിങ് പറയാണ്. ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ അംഗം ശ്രീമതി സൂസൻ തോമസ് സംസാരിക്കുന്നു. കല്ലുപ്പാറ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ഒരു ഭാഗമാകുവാനും എനിക്ക് സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. നമ്മളുടെ പെരുന്നാളുകളൊക്കെയും വെറും ആഘോഷങ്ങളായി തീരാതെ ഓരോ പെരുന്നാളും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മാറണം. ഇന്ന് നാം സമൂഹത്തിൽ കാണുന്നത് അപക്വമായ മനസ്സും തിരിച്ചറിവില്ലായ്മയും മൂലമുണ്ടാകുന്ന പ്രധാന ന്യൂനതകളാണ്. കാരണം തിരുവചനം വായിക്കുന്നതിനോ പള്ളി ആരാധനയ്ക്കോ ഇന്നത്തെ യുവജനങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ എല്ലായ്പ്പോഴും അതിനെയൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് ആധുനിക ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഓരോ കുടുംബങ്ങളിലും കാണുന്നത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ എല്ലായിടത്തും
സ്നേഹവും സന്തോഷവും ഉണ്ടാകണം. അതിന് ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം അങ്ങനെ ഒരു സ്നേഹവും സമാധാനവും കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ. പക്ഷെങ്കിൽ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത് കെട്ടുറപ്പില്ലാത്ത കുടുംബ അന്തരീക്ഷങ്ങളാണ്. കാരണം മാതാപിതാക്കളും മക്കളും കൂടി കാണുന്നത് ഏത് സമയത്താണ്? മാതാവ് ഉള്ളപ്പോൾ പിതാവ് വീട്ടിൽ കാണത്തില്ല, പിതാവും മാതാവും ഉള്ളപ്പോൾ മക്കൾ വീട്ടിൽ കാണത്തില്ല. ഇങ്ങനെ ഈ ആധുനികയുടെ തലത്തിൽ നമ്മളുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെയും നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭവനവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുന്ന ആ ക്രിസ്തീയ ജീവിതം നമ്മളുടെ ഓരോ കുടുംബത്തിലും ഉണ്ടാകണം. നമുക്കറിയാം, സ്തേഫാനോസ് സഹോദരയുടെ പെരുന്നാൾ ആഘോഷം ആലയത്തിൽ ഇവിടെ നടക്കുന്നു. ആ പെരുന്നാളുകളിൽ നമ്മളെല്ലാവരും പങ്കെടുത്തു. പക്ഷെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് മാറണം. നീ ആരാണ്? നീ എന്തിനു വന്നു? നീ ഇവിടെ എന്തു ചെയ്യുന്നു? ആ 3 ചോദ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കും തിന്മകൾക്കും അതീതരാകാതെ അതിനെയൊക്കെയും അതിജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ കൂടെയും ദൈവികമായ ദൈവത്തിലുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ കൂടെയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നാം സ്വയം ചോദിക്കണം, ഞാൻ ആരാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരാണ്. മനുഷ്യർ ദൈവിക മക്കളാണ്. അപ്പോൾ ദൈവിക മക്കളായി ജീവിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണെന്നുള്ള ആ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ താറുമാറായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളില്ല, നമ്മുടെ സഭയില്ല, നമ്മുടെ സമൂഹമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും സഭാ ജീവിതത്തിലും എപ്പോഴും എൻ്റേത് എന്ന് പറയുവാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. കാരണം ഇന്ന് ഈ മൊബൈൽ ഫോണുകളിലും ഇൻ്റർനെറ്റുകളിലും സമയം ചെലവഴിച്ചുകൊണ്ട് അവരവരിലുള്ള ആത്മീയ ചൈതന്യം ഊർന്നു പോകുന്ന ഒരു വസ്തുതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും ദൈവിക വചനം പഠിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നേർവഴിക്ക് നടത്തുവാൻ നമ്മൾ അധ്വാനിച്ചേ പറ്റത്തുള്ളൂ. എത്ര പേരാണ് ഈ കാലഘട്ടത്തിൽ ദൈവിക നിയോഗത്തിൽ ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. നമുക്ക് എത്ര പേരെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും? മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെയല്ല നമ്മൾ നോക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് എന്താണ്. മറ്റുള്ളവർ എന്ത് ചെയ്തോ അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ സ്തേഫാനോസ് സഹോദരയുടെ ഈ പെരുന്നാൾ ദിവസത്തിൽ ഇവിടെ ആശംസ അർപ്പിക്കുവാൻ എനിക്ക് കിട്ടിയ ഈ അവസരം ഇതിൻ്റെ വികാരി അച്ഛൻ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എല്ലാവർക്കും എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. നീതിമാനെ കുറിച്ചുള്ള ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. വിശുദ്ധ സ്തേഫാനോസ് സഹോദരയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും എല്ലായ്പ്പോഴും ആ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് കാവലും കോട്ടയും കൂട്ടുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. MP ശ്രീ ആന്റോ ആന്റണിയെ ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ, ജനറൽ കൺവീനർ ശ്രീ ജോസ് കുറഞ്ഞൂർ പൂച്ചണ്ട് നൽകി ആദരിക്കുന്നു. ഒരു വർഷക്കാലം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ മുഖമുദ്രയായി തീരുന്ന പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ MP ശ്രീ ആന്റോ ആന്റണിയെ ക്ഷണിക്കുന്നു. പെൻഷൻ രേഖയുടെ രജിസ്റ്റർ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MO എബ്രഹാമിന് കൈമാറുന്നു.
MP ഫണ്ടിൽ നിന്ന് വല്ലതും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതുകൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. കല്ലുപാറ സെന്റ് സ്റ്റീവൻസ് ഓർത്തഡോക്സ് ദേവാലയം 100 വർഷങ്ങൾ പിന്നിടുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അനുഗ്രഹീതമായ ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ നന്ദി ഞാൻ വികാരിയച്ഛനെയും ഇടവക ജനങ്ങളെയും അറിയിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ. 100 വർഷങ്ങളെന്ന് പറയുന്നത് സുദീർഘമായ ഒരു കാലയളവ്. 100 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ കല്ലുപാറ പ്രദേശം എങ്ങനെ ഇരുന്നിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ ദേവാലയം ഈ നാട്ടിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ദേവാലയം ഒരു പ്രദേശത്ത് ഉയരുമ്പോൾ അത് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല, ആ ദേവാലയത്തിൽ നിന്നും നന്മകളെക്കുറിച്ചുള്ള വേർതിരിവ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പൊതുസമൂഹത്തിൽ മാതൃകകളായി പ്രകാശം പരത്തുന്ന വ്യക്തിത്വങ്ങളായി കടന്നു പോകുന്ന ഓരോ വ്യക്തിയും സമൂഹത്തിൽ കാഴ്ചവെക്കുന്ന മാതൃകകൾ, അതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഒരു ദേവാലയം ഒരു നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു വിദ്യാലയമാണ് എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ദേവാലയങ്ങൾ ലക്ഷ്യമിടുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് ഈ മനോഹരമായ ഭൂമിയെ തന്ന് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലുമെല്ലാം നമ്മളോടൊപ്പം നടക്കുന്നയാളാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറയില്ലാത്ത ഒരു സ്നേഹം മാത്രമാണ്. ദേവാലയങ്ങൾ ആ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിലേക്ക് തലമുറകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ 100 വർഷക്കാലം എത്രയോ തലമുറകൾ, എത്രയോ 10,000-കണക്കിന് ആളുകൾ അവരെ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ ശക്തിപ്പെടുത്തി അവരെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ അവർക്കുള്ള ഒരു വഴികാട്ടിയായി ഈ ദേവാലയം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെയല്ല, സ്വർഗത്തിൽ അതിനേക്കാൾ വലിയ ആഘോഷമാണ്. കാരണം അനേകായിരം ആത്മാക്കളെ നേടിത്തന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ആഘോഷങ്ങൾ അത് സ്വർഗത്തിലും വലിയ ആഘോഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഒരു ആഘോഷമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയ ജീവിതമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അതൊരു സ്കൂളിൽ പോകുന്ന കുട്ടിക്കാണെങ്കിലും മറ്റ് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിലും സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊന്നിനും ആർക്കും സമയമില്ല. ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം നമ്മളോടുണ്ടാകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിനക്ക് ഇത്ര മനോഹരമാക്കി തന്ന എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നിടത്താണ് ഒരു ദിവസം സാർത്ഥകമാകുന്നത്. അവിടെയാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ദിനംപ്രതിയുള്ള ഉടമ്പടി നമ്മൾ പുതുക്കുന്നത്. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉത്സവത്തെക്കുറിപ്പിലല്ല, മറിച്ച് കരുണയുടെ ഒരു മഹാപ്രവാഹം ഈ ശതാബ്ദി ആഘോഷത്തിൽ ഇവിടെ നിന്ന് കുത്തൊഴുക്കായി കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ കാരുണ്യ പദ്ധതിക്ക് വേണ്ടി, ചികിത്സാ സഹായത്തിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ ഒരു ഫണ്ടാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഏതൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചാലും ആ പദ്ധതി നിന്നുപോകാറില്ല. അനാഥരെ സഹായിക്കുന്ന, നമ്മുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായിക്കുന്ന ഏതൊരാളെയും സഹായിക്കുന്ന ഒരു പദ്ധതിയും
അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളും ഒരിക്കലും അടഞ്ഞു പോകാറില്ല എന്നുള്ളത് നമുക്കറിയാം. അദൃശ്യമായ ഒരു നടത്തിപ്പ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനും കഴിയും. അതുകൊണ്ട് ഈ സെന്റ് സ്റ്റീഫൻസ് ദേവാലയം ഇത്രയും വലിയൊരു കാരുണ്യ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുമ്പോൾ അത് നാളുകളിൽ ഈ പ്രദേശത്തെ കരുണയുടെ ഒരു മഹാപ്രവാഹമായി, കാരുണ്യ വർഷമായി അത് നാളുകളിൽ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ അനുഗ്രഹീതമായ ഈ ചടങ്ങിൽ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അഭിമന്യ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊക്കെ വളരെയേറെ മാതൃകയായി ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആദരവോട് നോക്കിക്കാണുന്ന തിരുമേനിയാണ് ക്രിസോസ്റ്റമോസ് തിരുമേനി. തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് എം പുതുശ്ശേരി XMLAക്ക് വെബ്സൈറ്റ് രൂപീകരണ കമ്മിറ്റി ചെയർമാൻ പൂച്ചെണ്ട് നൽകി ആദരിക്കുന്നു. ഇടവകയുടെ വിശുദ്ധമായ ചരിത്രവും ഇന്നിന്റെ രേഖകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ സഭയുടെ അംഗവും മുൻ MLAയും ഈ ഇടവകയുടെ അയൽക്കാരനുമായ ജോസഫ് എം പുതുശ്ശേരി നിർവഹിക്കുന്നു. ഈ ഇടവകയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നിശ്ചയമായും 100 വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിശ്വാസ തീഷ്ണതയോടുകൂടി ദൈവിക ദർശനത്തോടുകൂടി ഈ ഇടവകയ്ക്ക് ആരംഭം കുറിക്കാൻ മുന്നോട്ട് വന്ന പൂർവ്വപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. പഴയ കാലത്തെ ആളുകളുടെ ആ വലിയ സമർപ്പണം, ആ സമർപ്പണമാണ് നമ്മൾ ഇന്ന് കാണുന്ന വളർച്ചയ്ക്കും പുരോഗതിക്കുമൊക്കെ കാരണഭൂതമായിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സാമ്പത്തിക സൗകര്യങ്ങളുടെയോ വിദ്യാഭ്യാസ വളർച്ചയുടെയോ മറ്റ് സാമൂഹ്യ പശ്ചാത്തലമോ ഒന്നുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ദൈവസംസർഗത്തിൻ്റെ വഴിയിലൂടെ നടക്കാനും അതിലൂടെ ലഭിക്കുന്ന വീക്ഷണവും ദർശനവും സമൂഹത്തിന് പകർന്നു കൊടുക്കാനും പൂർവികരായ ആളുകൾക്ക് ധാരാളമായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ദർശനമുണ്ടായതുകൊണ്ടാണ് 100 വർഷം മുമ്പ് ഇവിടെ ഒരു ഇടവക സ്ഥാപിക്കാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ശ്രമിച്ചത്. നിശ്ചയമായും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ. അതുകൊണ്ട് നിശ്ചയമായും അവരെ അനുസ്മരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണയാണ് ശതാബ്ദി ആഘോഷവേളയിൽ നമുക്കുണ്ടാവേണ്ടത്. നിശ്ചയമായും നമുക്കറിയാം, പുരോഗതി പ്രാപിച്ച, വളർച്ച പ്രാപിച്ച ഒരു ലോക സാഹചര്യങ്ങളുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. പ്രലോഭനങ്ങളുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. ആ പ്രലോഭനങ്ങളുടെ നടുവിൽ, ആ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാനുള്ള വലിയ പരിശീലനവും അതിനുള്ള ആർജവവും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. നിശ്ചയമായും ആ വലിയ പരിശീലനമാണ് ദേവാലയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ചടങ്ങ് നടപടികളാവാതെ അതിനപ്പുറത്തേക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ആർജവം ലഭിക്കുന്ന, അതിനുള്ള തീഷ്ണത ലഭിക്കുന്ന അനുഭവങ്ങളായി അത്തരം കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി അതുതന്നെയാണ്. ലോക സാഹചര്യങ്ങളിൽ പെട്ടുപോകാതെ മുന്നോട്ട് പോകാനുള്ള, ക്രൈസ്തവ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള ആ വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അവിടെ ആ വെല്ലുവിളിയെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കാരണം സാഹചര്യം മറ്റൊന്നാണ്. ആ സാഹചര്യങ്ങളിൽ നിലനിന്നു പോവാൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ നിലനിന്നു പോവാൻ നമുക്ക് കഴിയണം. അതിന് ഈ ആഘോഷ പരിപാടികൾ ഇടയാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നിശ്ചയമായും വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്തരം വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് വലിയ ലോകത്താകമാനമുള്ള ആളുകൾക്ക് നമ്മുടെ ഇടവകയെക്കുറിച്ച് അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ചരിത്രം മനസ്സിലാക്കാനും ഒക്കെ ഉള്ള വലിയ ഒരു ചൂണ്ടുപലകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളുടെ
നാം ജീവിക്കുന്നത്. അവിടെയും ഈ കരുതൽ നിലനിർത്താൻ, വിവേചനത്തോടു കൂടിയുള്ള കരുതൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ ഇടവകയുടെ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന, ലോകത്തെവിടെയും നിന്ന് ഈ ഇടവകയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ഒരു സംരംഭമാണ് വെബ്സൈറ്റിലൂടെ ഇടവകയുടെ ചുമതലക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട ബാബുക്കുട്ടി അച്ഛനെയും ഇടവക കമ്മിറ്റിയെയും എല്ലാവരെയും ഈ ശതാബ്ദി ആഘോഷ വേളയിൽ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമസ്കാരം. ജയ്. ഈ ഇടവകയിൽ വിവിധ അവസരങ്ങളിൽ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട മുൻ വികാരിമാരെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KT ചെറിയാൻ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോമസ് തിരുമേനി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ആന്റോ ആന്റണി MP, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്നതായ എല്ലാ വിശിഷ്ട വ്യക്തികൾ, ഈ പള്ളി ഇടവക ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുമ്പോൾ പിന്നോട്ട് നോക്കുന്നതായ അവസരത്തിൽ കാണുവാൻ കഴിയുന്നത്, അഥവാ കാണുവാൻ കഴിയുന്നതായ നേട്ടങ്ങൾ അത്ര നിസ്സാരങ്ങളല്ല. ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചതായ എല്ലാ വികാരിമാരെയും അനുസ്മരിക്കുക, അവർക്ക് ഒരു ഉപഹാരം കൊടുക്കുക, അതിലേക്കായിട്ട് ഈ വികാരിമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാത്ത ആൾക്കാരും ഉണ്ട്. 1917 മുതൽ 1965 വരെയുള്ളതായ കാലഘട്ടത്തിൽ, അതായത് ഈ ദേവാലയം ഇടവകയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പുള്ള മാരേട്ട് കുടുംബ ദേവാലയമായിരുന്ന കാലഘട്ടത്തിൽ അതിന് നേതൃത്വം നൽകിയ വികാരിമാർ എല്ലാവരും തന്നെ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവരാണ്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ദൈവം അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും ഞാൻ ആ വർഷത്തിന് ഒരു സ്വല്പം ചേഞ്ച് വരുത്തിയിട്ട് നമ്മുടെ തിരുമേനിയുടെ പേര് ആദ്യം അങ്ങ് പറയുക. 1988 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു യുവവദ്യനായി, ഇപ്പോഴും ആ യുവത്വം മാറിയിട്ടില്ല, നമ്മളെ നയിച്ച്, അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്പന്ദനം ശരിക്കറിയാം. നമ്മൾ വാ പൊളിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ് എന്ന് നല്ലവണ്ണം നമ്മളെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട തിരുമേനി, ആ തിരുമേനിയെ നമ്മുടെ എല്ലാം തിരുമേനിയാണ്. നമ്മുടെ എല്ലാം സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. എങ്കിലും ഈ ഇടവകയുടെ 100 വർഷം ആചരിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റോ സമർപ്പിച്ചു. അടുത്തതായിട്ട് ഈ ഇടവക, ഈ മാരേട്ട് കുടുംബ പള്ളി ഇടവകയ്ക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് വന്ന വികാരിയാണ് എബ്രഹാം തരകനച്ചൻ. വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ആ ചെറുപ്പം നല്ല ചുറുചുറുക്കുള്ള പ്രസംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കണ്ട ഞാനൊക്കെ മൃതയ്ക്കകത്ത് കയറാൻ തന്നെ കാരണം. അപ്പം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒത്തിരി പരാധീനമുള്ള ഒരു ദേവാലയമായിരുന്നു. ഈ പോലൊന്നും അല്ലായിരുന്നു. ആ പരാധീനതകളെല്ലാം മനസ്സിലാക്കി കഷ്ടങ്ങൾ പ്രയാസങ്ങൾ സഹിച്ച് ഈ ദേവാലയത്തെ മുന്നോട്ട് കൊണ്ടുപോയ ബഹുമാനപ്പെട്ട എബ്രഹാം തരകനച്ചൻ ആലുമൂട്ടിൽ കുളിപ്പിൽ അദ്ദേഹത്തിന് ഇടവകയുടെ ഉപഹാരം തിരുമേനി ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. പിന്നീട് വേദിയിൽ ഉള്ളതായ ഫാദർ AM മത്തായി കോർപ്പിസ് കപ്പാച്ചൻ 1979-80 കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് കോലഞ്ചേരിയിൽ നിന്ന് വന്നാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. ഇപ്പോഴും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കോലഞ്ചേരിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ളതായ സ്നേഹം, ഇടവകയുടെ സന്തോഷം
കടപ്പാട് എത്ര തന്നെ പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹം കോലഞ്ചേരി സ്വദേശിയാണ്. ഐലാപുരത്ത് വീട്ടിൽ കോലഞ്ചേരി ഫാദർ ഇവിടുന്ന് പോയി പിന്നെ അച്ഛൻ നന്നായത് അച്ഛൻ ഇനി ഇപ്പോൾ ഉള്ളതായ എല്ലാ അച്ഛന്മാരുടെയും പേരും അഡ്രസ്സും ഞാൻ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ആരും വന്നിട്ടില്ല. 1969-70 കാലഘട്ടത്തിൽ ഫാദർ പി തോമസ് താഴത്തെ പിടികയിൽ കടമാൻകുളം, 1982-83 കാലഘട്ടത്തിൽ ജോർജ് കടമറ്റം, 1983-87 കാലഘട്ടത്തിൽ ഫാദർ ഉമ്മൻ കെ എബ്രഹാം കിഴക്കടുത്ത് തിരുവല്ല, 1993-97 കാലഘട്ടത്തിൽ ഫാദർ ചെറിയാൻ ജോർജ് കൊച്ചുമാലിയിൽ തിരുമൂലപുരം, 1997-2000 കാലഘട്ടത്തിൽ ഫാദർ ബാബുക്കുട്ടി ആൻഡ്രൂസ് മേഖലിങ്ങാട്ട് മല്ലപ്പള്ളി, 2002 കാലഘട്ടത്തിൽ ഫാദർ മിന്നി എം ഗുരുവിള മണത്തറ വളഞ്ഞവട്ടം, 2002-2007 കാലഘട്ടത്തിൽ ഫാദർ എ പി തോമസ് അരുത്തറ ആനിക്കാട്, 2007-2009 ഫാദർ തോമസ് മാത്യു പാലത്തുങ്കൽ മുത്തൂർ തിരുവല്ല, 2009-2012 കാലഘട്ടത്തിൽ ഫാദർ ജോൺ മാത്യു ആഞ്ഞിലിമൂട്ടിൽ പുതുശ്ശേരി, 2012-15 കാലഘട്ടത്തിൽ ഫാദർ ജോർജ് പി എബ്രഹാം പയ്യമ്പള്ളിയിൽ മല്ലപ്പള്ളി, പിന്നീട് 2015 മുതൽ നാളിതുവരെയും നമ്മളോടൊത്ത് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടതായ മാർഗദർശനമൊക്കെ നൽകി നമ്മെ നയിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ചെറിയാൻ പി വർഗീസ് തിരുമൂലപുരം, പറയനാവട്ടത്ത് തിരുമൂലപുരം എന്നീ എല്ലാ വികാരിമാരെയും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിക്ക് ഒരു മൂമെൻറ്റോ ഉണ്ട്. ആ മൂമെൻറ്റോ കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇനിയുമുള്ളത് തന്നെ സംഘടിപ്പിച്ചതൊന്നും അല്ലല്ലേ. ഇനിയും നമുക്ക് ഓർക്കുവാനുള്ള സ്മരിക്കാനുള്ളതായ ആൾക്കാർ ഇടവകയിലെ പട്ടക്കാരാണ്. അതിൽ 2 പട്ടക്കാര് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ലേറ്റ് പത്മ മാരേട്ട് തോമസ് റമ്പാൻ, ലേറ്റ് ഫാദർ TN ജോസഫ് തോട്ടുപുറത്ത് എന്നോട്ട് എന്നീ ആചാര്യന്മാരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട്, മൂന്നാമതായിട്ട് നമ്മുടെ കൊച്ചി ഭദ്രാസനാധിപൻ അഭിമന്യ യാക്കോബ് മാർ ജോസ് ഈ ഇടവകയുടെ അഭിമാന സ്തംഭമാണ്. അദ്ദേഹം ഇന്നലെ ഞായറാഴ്ച ഈ ദേവാലയത്തിൽ സുബ്രാന അർപ്പിച്ചു. തദവസരത്തിൽ ഇടവകയുടെ സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് ഉപഹാരം നൽകുകയുണ്ടായി. 4ാമതായിട്ട് ഈ ദേവാലയം ഇടവകയ്ക്ക് വിട്ടുകൊടുക്കുന്നതായ നാൾ മുതൽ ഇടവകാംഗങ്ങൾ എല്ലാവരെയും ഏകോപിച്ച്, പ്രത്യേകിച്ച് യുവജനങ്ങളെയൊക്കെയും ഏകോപിച്ച് ഒരു യുവജന പ്രസ്ഥാനം തന്നെ ഈ ദേവാലയത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്തു. ആരാധന ഏത് രീതിയിലാണ്, പാട്ടെങ്ങനെയാണ് പാടേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതായ ബഹുമാന്യനായ മാരേട്ട് എബ്രഹാം കോർപ്പിസ്കോപ്പ അച്ഛനെ സന്തോഷത്തോടെ സാദരം ക്ഷണിക്കുകയാണ്. ഇടവകയുടെ ഈ സ്വീകരിക്കുന്നത്. അഞ്ചാമതായിട്ട് ഒരു യുവശന്മാസൻ ഈ ഇടവകയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അശ്വിൻ ശർമാസൻ. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരുമനസിൽ നിന്ന് ഇടവകയുടെ സ്നേഹോപഹാരം സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം.
മുൻ വികാരി കോലഞ്ചേരി ബഹുമാനപ്പെട്ട ഐലാപുരത്ത് AM മത്തായി കോർ എപ്പിസ്കോപ്പ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമയം വളരെ വൈകി. എനിക്ക് വളഞ്ഞപുരത്ത് കല്യാണം കിട്ടിക്കേണ്ടതുകൊണ്ട് ഞാൻ സംബന്ധിക്കേണ്ടതുകൊണ്ട് 2 വാക്കുകളിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ച് പിരിയുകയാണ്. ഞാൻ ഇവിടെ ഓർക്കുമായിരുന്നു എന്താ പറയേണ്ടത്. എൻ്റെ മനസ്സിൽ തോന്നിയത് മഷികാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ, ഭാഗ്യങ്ങൾ പൂർണ്ണപദ പർദീസ സദർശമാകും, മാമോദീസായ മതിൽ സഹകർതൻ അസ്ഥികളും പൂജാപീഠവുമുണ്ട്, എന്തി ജീവോക്ഷതിയെ അംഹാലേയ യുഹാലേയ പാകം ചെയ്തേകീടും കഹനന്മാர்களுമുണ്ട്. ദൈവത്തിൻ്റെ ഐഹിക ലോകത്തിൻ്റെ പ്രതീകമായ സഭയുടെ ഒരു ഖണ്ഡിയായി ഈ ദേവാലയം പരിരസിക്കുകയാണ്. ആ പരിരസിക്കുന്ന ദേവാലയം 100 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ ഒരു കൊച്ചു ഖണ്ഡിയായി അല്പകാലം ഇവിടെ നിന്ന് നിങ്ങളോട് കൂടി ചേരുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിൽ അപ്പുറം ഭാഗ്യം ഈ ഇടവകയ്ക്ക് നൽകാൻ എൻ്റെ പൂർവികന്മാർക്കില്ല. കാരണം ഇന്ന് ശാസ്ത്രവും സമൂഹവും അതുപോലെ രാഷ്ട്രീയ സമൂഹമണ്ഡലങ്ങളും എല്ലാം വളർന്നു വികസിച്ച് വളരെ വലുതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, എങ്ങനെ വളരണമെന്ന്, അതിനെ കരുപിടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച പൂർവികന്മാർ അവരുടെ ആ നല്ല സദുദ്യമത്തിൽ നിന്ന് അവർ വാർത്തെടുത്തതാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിലൂടെ നല്ല വ്യക്തികളെ, ദൈവത്തിൻ്റെ ആത്മാക്കളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം സദുദ്ദേശത്തോടെ ദേവാലയം സ്ഥാപിച്ച എല്ലാ പൂർവികന്മാരുടെയും മുമ്പിൽ എൻ്റെ തലകളെ ഞാൻ വണങ്ങുകയാണ്. അതുപോലെ തന്നെ ആ ഖണ്ഡിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അല്പകാലം ദൈവവചനം പറയുവാനും ദൈവത്തിൻ്റെ വിശുദ്ധ ബലി അർപ്പിക്കുവാനും ലഭിച്ച അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിസ്ഥിതി അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോയതിനു ശേഷം മത്തായിശൻ നന്നാവുകയായിരുന്നു. തീർച്ചയായിട്ടും അതെ, എനിക്ക് ദൈവം തമ്പുരാൻ ഒരു കുറവും വരുത്തിയില്ല. നോട്ട് മൈ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്. ദൈവം തമ്പുരാൻ്റെ കൃപയാണ് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിലേക്കൊക്കെ എന്നെ എത്തിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മൂലപിതാവായ മുറിമറ്റത്തിൽ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവായുടെ കബറുകളിൽ നിന്നാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. എന്നെ സ്നേഹിച്ച ഒരു മെത്രാപ്പൊലീത്തയായിരുന്നു ഒസ്താത്യോസ് തിരുമേനി. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു, ഞങ്ങളുടെ എല്ലാ ഗുരുവായിരുന്നു ഒസ്താത്യോസ് തിരുമേനി. വടക്ക് ഈ സമുദായ വഴക്കിൻ്റെ തീജ്വാല ആടിപ്പടർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മത്തായേശ, തൻ്റെ ക്യാരക്ടറിന് ഈ തീജ്വാല ഏറ്റാൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് വേണ്ട, ഇങ്ങോട്ട് പോരെ, ഞാൻ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇവിടെ ആദ്യമായിട്ട് ഞാൻ വികാരിയായിട്ട് വരുന്നത് വെണ്ണിക്കുളം മുതുപാല സെൻറ് ജോർജ് പള്ളിയിലാണ്. രണ്ടാമത് തിരുമേനി 3 വർഷമോടെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറ്റം തന്നു. അഭിമന്യ ജോസഫ് മാർ ബക്കോമസ് തിരുമേനി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റപ്പോൾ അദ്ദേഹം വളരെ നിർബന്ധിച്ചു. വഴിക്ക് വെച്ചേക്കാണ്ട് എന്നെ പ്രാഗും എന്നുള്ളൊരു മട്ട് വന്നപ്പോഴാണ് ഒസ്താത്യോസ് തിരുമേനിയുടെ സമ്മതം കൂടാതെ തിരുമേനിയോട് പറഞ്ഞു, എങ്ങനെയും പറഞ്ഞ ഒഴിവായിക്കൊള്ളണം, ഒരിക്കലും തിരിച്ചു പോകരുതെന്ന് പറഞ്ഞതാണ്. ഈ ഭദ്രാസനത്തിൽ സീനിയർ വൈകിയനായിട്ട് ഇരിക്കേണ്ടതായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ അനുസരണയുള്ള ഒരു പട്ടക്കാരനായതുകൊണ്ട് മെത്രാപ്പൊലീത്തായുടെ നിർബന്ധത്തിന് വഴങ്ങി തിരിച്ച് ഞാൻ ആദ്യമായിട്ട് 80 ജനുവരി 1-ാം തീയതി കിഴുമറി സെൻറ് ജോർജ് പള്ളിയുടെ വികാരിയായിട്ട് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ ഇപ്പോൾ മത്യൂസ് മാർ തിരുമേനിയുടെ കീഴിലും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയിലെ ചുമതലക്കാരൻ വിശിഷ്യ ഇവിടുത്തെ വികാരിയച്ഛൻ 4 പ്രാവശ്യം എന്നെ വിളിച്ചു വെച്ചും വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നൊസ്റ്റാൾജിയ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹമെന്ന് കവി പാടിയതുപോലെ ഞാൻ പറയുകയാണ്, ഒരു വട്ടം കൂടി ഈ ദേവാലയ മുറ്റത്തെത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെയേറെ നന്ദിയുണ്ട്. ഈ ഇടവക്കാരും ഇടവേളി പുറത്ത് വികാരി എല്ലാവരും എന്നെ കരുതിയതിലും എന്നെ ഈ വലിയ മഹൽ സമ്മേളനത്തിൽ ഒരു അംഗമാക്കി തീർക്കാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച സ്നേഹത്തിൻ്റെ മുമ്പിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ അവസരം തന്നതിനുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്ന വിശിഷ്യ ഈ ഇടവത്രാപ്പൊലീത്ത ക്രിസ്മസ് തിരുമേനി എൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട തിരുമേനിയാണ്. തിരുമേനി പറയാറുണ്ട്, ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഖത്തർ പള്ളിയുടെ മധുബായുടെ കല്ല് കൂതാശി ഇടാനായിട്ട് തിരുമേനി വന്നപ്പോൾ ഞാൻ അവിടെയുണ്ട്. ഞങ്ങൾ അമേരിക്കയിൽ ചെന്ന് അവിടെ ഒരു പള്ളിയിൽ 3 മേലെല്ലാം തിരുമേനി വന്നപ്പോൾ ഒരച്ഛൻ ഞാനായിരുന്നു പറയും, എടാ മത്തായിച്ചൻ എൻ്റെ പുറകിൽ എപ്പോഴും ഉണ്ടല്ലോ, തിരുമേനി മത്തായിച്ചൻ തിരുമേനിയുടെ പുറകിൽ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. ആ സ്നേഹവും കരുതലും ഉണ്ടാകണമെന്ന് മാത്രവും ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ പഠിപ്പുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ
ശ്രീ ജോൺ മാത്യു ഉറുമ്പിക്കുന്നലിനെ ഉപഹാരം നൽകി ആദരിക്കുവാൻ അഭിനന്ദന ഇടവന്ത്രമ്പലത്തായി ക്ഷണിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പാരിതോഷികം കൊടുക്കുന്നത്. രണ്ടാം പ്രാവശ്യമാണ് ഞാൻ ഈ പ്രിയപ്പെട്ട മകന് ഈ പാരിതോഷികം നൽകുന്നത്. കബീർ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ട് വളരെ ത്യാഗപൂർവം ഈ നമ്മുടെ ജോബിൻ കഷ്ടപ്പെട്ടു. ഈ ഇവിടെയും ചെയ്തത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇടവകയുടെ പാരിതോഷികം. നമ്മുടെ ഇടവകയുടെ മുൻ വികാരി, സഭയിലെ പ്രസിദ്ധനായ പ്രഭാഷകൻ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമസ് തിരുമനസിനെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. ഞാൻ ഏറ്റവും അവസാനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മീറ്റിംഗ് നീണ്ടുപോവുകയാണെങ്കിൽ പ്രസംഗം പറയാതെ സമയം ചുരുക്കാം. 2, ഭക്ഷണം വന്നില്ലെങ്കിൽ ഭക്ഷണം വരുന്നിടം വരെ പ്രസംഗിച്ചു കൊണ്ടും ഇരിക്കാം. ഏതായാലും വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ വളരെ പരിമിതപ്പെടുത്തുകയാണ്. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇവിടെ അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനിയെ സ്മരിച്ചു. പക്ഷേ ഇവിടെ ഒരു ഇടവകയ്ക്ക് അനുവാദം തന്ന പത്തനാപുരത്ത് കബറടങ്ങിയ പുണ്യ ശ്ലോകനും യുഗപ്രഭാവനുമായ മാർ തോമ ദിവന്യാസ്യോസ് തിരുമേനിയെ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ വിതരണം ചെയ്ത സപ്ലിമെൻറ്റിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സോവനിയറിൽ ഞാൻ വളരെ വിശദമായിട്ട് ഒരു ലേഖനവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും ചില പേരുകൾ ഞാൻ സ്മരിക്കാതിരിക്കാൻ എനിക്ക് കഴിയുകയുമില്ല. വന്യനായ മാരേറ്റ് തോമസ് റമ്പാച്ചൻ ഈ ദേവാലയം ഉണ്ടാകുന്നതിനൊരു മുഖാന്തരമായിരുന്നു. അനേകരെ നമ്മുടെ സഭയിൽ ക്രമീകൃതമായ വൈദിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ സഭയിലെ അനേകർക്ക് സുറിയാനിയും അതുപോലെ തക്സായും ആരാധനക്രമങ്ങളും പഠിപ്പിച്ച് വൈദിക രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ വന്യനായ മാരേറ്റ് തോമസ് റമ്പാച്ചൻ, അതുപോലെ നമ്മുടെ തോട്ടുപുറത്ത് പ്രിയങ്കരനായ TN ജോസഫ് അച്ഛൻ, ഈ 2 വൈദിക സ്ഥാനികളെ നമുക്ക് മറക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന്, എൻ്റെ ഈ ഇടവക ബന്ധത്തിൽ നിന്ന് ഞാൻ പറയുന്ന, അതുപോലെ ഇവിടുത്തെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കുറഞ്ഞൂര് പരേതനായ ശ്രീ KP വർക്കി, അതുപോലെ ചക്കാൽമുറിയിൽ ചാണ്ടപ്പിള്ള സാറ്, അതുപോലെ പുത്തോട്ടിൽ കുഞ്ഞുമൻകോരു സാറ്, ഇവരെ ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയതാണ്. സാമൂഹ്യ രംഗത്ത് വളരെ അഭിമാനകരമായി സത്യസന്ധതയോടെ നേതൃത്വം വഹിച്ച പരേതനായ മാരേറ്റ് MM മത്തായി അവരുടെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ആത്മീക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ കൊച്ചേലിയമ്മ സാറിനെയും എനിക്ക് മറക്കാനായിട്ട് പറ്റുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ എളിയവനായ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇടവകയിലെ രോഗികളായി കഴിയുന്നവരെ കാണാൻ ഞാൻ ചെന്നപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എന്നെ വളരെ വികാരഭരിതനാക്കി തീർത്തു. തിരുമേനി വന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിലർക്ക് പിടികിട്ടിയില്ല. ഓർമ്മയുടെ കുറവുള്ളവർക്ക് അവൻ ക്രിസോസ്റ്റമോസ് തിരുമേനി എന്ന് പറഞ്ഞിട്ടും ചിലർ കൈമലർത്തി. അവൻ ജോൺസി അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങളുടെ അച്ഛനാണോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന വിഷമിക്കേണ്ട അമ്മച്ചിമാരുണ്ട്. അവരെ മറക്കാനായിട്ട് പറ്റുന്നില്ല. അനേകരുടെ പ്രാർത്ഥന എൻ്റെ കൈമുതൽ അത് തുടർന്നും ഉണ്ടാകണം. ഞാൻ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇവിടെ കൺവെൻഷൻ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഒരു VBS പ്രസ്ഥാനവുമായിട്ടാണ്. പിന്നീടാണ് വികാരിയായിട്ട് ഞാൻ വരുന്നത്. നമ്മുടെ കൺവെൻഷനോടനുബന്ധിച്ചുള്ള കെട്ടിടം മിക്കവാറും പൂർത്തിയായി. എന്നാൽ ഒരല്പം കൂടി പൂർത്തിയാകുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിയിക്കട്ടെ. കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടക്കാനായിട്ട്
നമുക്ക് ചില സാങ്കേതിക അവിടെ മണപ്പുറത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്രാവശ്യവും എങ്ങനെയാണ് എന്നെനിക്ക് തീർത്ത് പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ ചുമതലക്കാർ എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കേരളത്തിൽ അവസാനമായി വികാരിയായിരുന്ന, ചുരുക്കം പള്ളികളിൽ വികാരിയായിരിക്കാനുള്ള ഭാഗ്യമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ ഞാൻ ഏറ്റവും അവസാനമായിട്ട് വികാരിയായിട്ടിരുന്നത് ഈ ദേവാലയത്തിലാണ്. 1988-91 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പഠിക്കാനായിട്ട് പോവുകയും പിന്നെ അവിടുന്ന് അതിൻ്റെ ബാക്കിയായിട്ട് അമേരിക്കയ്ക്ക് പോവുകയും ആയിരുന്നു. ഈ പള്ളിയിൽ ഞാൻ വികാരിയായിട്ട് ഇരുന്നത് കൊണ്ടാണ് മാരേട്ടച്ഛനുമായിട്ട് കൂടുതൽ സഭയിലെ ഒരു 2 വൈദികർ എന്നുള്ള നിലയിലുള്ള പരിചയമൊക്കെ അല്ലാതെ ഞങ്ങളുടെ ആത്മബന്ധം ആരംഭിക്കുന്നത് ഈ ഇടവകയിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ എനിക്ക് അധികം പരിചയക്കാരില്ല, തീരെയില്ല. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ ഒരു അഡ്രസ്സും അടിത്തറയും ഉണ്ടാക്കി തന്നത് മാരേട്ടച്ഛനായിരുന്നു. ഒഴിവുള്ള സമയങ്ങളിൽ അച്ഛൻ്റെ വാക്സിനേജ് മാത്രമായിരുന്നു എൻ്റെ അഭയം. അങ്ങനെയുള്ള ബന്ധം വളർന്നു. ബാംഗ്ലൂരിൽ ഇപ്പോൾ മിഷൻ ബോർഡിന് 4-5 പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങളുണ്ട്. അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛൻ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റുകയില്ല. അവിടെ എയ്ഡ്സ് രോഗികളായിട്ട് മരണാസന്നരായിട്ടുള്ള രോഗികളുടെ പുനരധിവാസ കേന്ദ്രമുണ്ട്. അതുപോലെ HIV എയ്ഡ്സ് ബാധിച്ച കുട്ടികളുണ്ട്. ഇത് ബാധിച്ച് മരിച്ചവരുടെ കുട്ടികളുണ്ട്. ജാലകാലിയിൽ ബാലഭവനമുണ്ട്, വൃദ്ധഭവനമുണ്ട്, പാലിയേറ്റീവ് കെയർ സെൻ്ററുണ്ട്. തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ എനിക്ക് പോയി സംബന്ധിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി ആ കാര്യങ്ങൾ നടത്തുന്നതിലും അച്ഛൻ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. അത് ഒരു മുഖാന്തരം എൻ്റെ ഈ ഇടവകയിലെ ശുശ്രൂഷ കാലഘട്ടമാണ് എന്നുള്ളതിന് സംശയമില്ല. അഭിനന്ദനായ ഐറേനിയോസ് തിരുമേനിയോട് എനിക്കുള്ള കടപ്പാട് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ആ സഹോദര ബന്ധവും വാത്സല്യവും ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുന്നു. പുതിയ അശ്വിൻ ചെമ്മാച്ചനുണ്ട്. ഈ പാരമ്പര്യവും പൈതൃകവും കൈയും കാലും ഒക്കെ ഒടിച്ച് കളയാതെ ഈ പൈതൃകവും പാരമ്പര്യവും ചെമ്മാച്ചന് മുമ്പ് നടന്ന് ഈ ഇടവകയിൽ മുന്നോട്ട് പോയ അഭിനന്ദ തിരുമേനി, മാരേട്ടച്ഛൻ തുടങ്ങിയവർ കാണിച്ച സഭാസ്നേഹം, അതുപോലെ സഭയുടെ പൊതുവായ വികസനത്തിന് വേണ്ടിയുള്ള അവരുടെ സമർപ്പണം, അതായിരിക്കണം അശ്വൻ ചെമ്മാച്ചൻ്റെയും പാത എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ബാബാ തിരുമേനി ജൂബിലിയെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു, സാമൂഹ്യ പ്രതിബദ്ധത പറഞ്ഞു. ഞാൻ ഓർക്കുകയായിരുന്നു, ഭവന സന്ദർശനം നടത്തിയത് കൊണ്ട് ഒരു വീട് ജൂബിലിയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഉള്ളോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, 1000 കുഞ്ഞുങ്ങളെ നമ്മൾ നെയ്യാറ്റിൻകര മുതൽ കലകണ്ഠ്യ വരെയുള്ള സ്ഥാപനങ്ങളിൽ പുനരധിവസിപ്പിച്ച് ദത്തെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. LKG മുതൽ MBBS വരെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. പല കുട്ടികളും കുഷ്ഠരോഗമില്ലാത്ത കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റായിട്ടുള്ളവരുണ്ട്. 1000 കുഞ്ഞുങ്ങളുണ്ട്. 600ഓളം മരണാസന്നരായ ക്യാൻസർ, എയ്ഡ്സ്, അതുപോലെ വീടുകളിൽ നിന്നും ഒക്കെ ബഹിഷ്കൃതരായിട്ടുള്ള 600ഓളം വൃദ്ധജനങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ നമ്മളവരെ പരിചരിക്കുന്നുണ്ട്. മരണാനന്തര കർമ്മം വരെ നടത്തി കൊടുക്കത്തക്കവണ്ണം. അതുപോലെ മല്ലപ്പള്ളി, തിരുവല്ല, ചെങ്ങന്നൂർ 3 ഗവൺമെൻറ് ആശുപത്രികളിൽ ഞാൻ എൻ്റെ പ്രാരാബ്ദങ്ങൾ നിങ്ങളോട് പറയാനല്ല, പക്ഷെ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഞാനിതിനൊന്നും ആരോടും ഒരു പിരിവും ഞാൻ ചോദിക്കുന്നില്ല. മല്ലപ്പള്ളി, തിരുവല്ല, ചെങ്ങന്നൂർ 3 ഗവൺമെൻറ് ആശുപത്രികളിൽ കഴിഞ്ഞ 10 വർഷമായി എല്ലാ ദിവസവും ഒരു നേരം, ഒരു ദിവസം പോലും മുടങ്ങാതെ മല്ലപ്പള്ളിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. തിരുവല്ലായിലും ചെങ്ങന്നൂരും ഏതാണ്ട് 700ഓളം രോഗികൾക്കും കൂടെയുള്ളവർക്കും
ആ അത്താഴം കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതുപോലെ അനേക സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു കടമയും ഉത്തരവാദിത്വവുമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ശ്രീ പാണ്ഡ്യൻ രവീന്ദ്രൻ്റെ ഒരു ആത്മകഥ അംശമുള്ളൊരു കുറിപ്പ് ഞാൻ വായിച്ചു. എനിക്ക് അത് വായിച്ചപ്പോൾ അദ്ദേഹത്തോട് വളരെ ബഹുമാനവും ആദരവും തോന്നി. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക, നമ്മളെല്ലാം മിതത്വവും ലാളിത്യവും പാലിക്കുന്നവരായിരിക്കണം എന്ന്. ധൂർത്തും ആർഭാടവും നമ്മുടെ ഇടയിൽ വ്യാപകമായി വരികയാണ്. സാമ്പത്തിക പുരോഗതി നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം നമുക്ക് തന്ന സാമ്പത്തിക പുരോഗതി സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ ആയിരിക്കണം. ഓരോ ദിവസം നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് തന്നെയുള്ള വീടില്ലാത്ത, ചികിത്സിക്കാൻ മാർഗമില്ലാത്ത, അതുപോലെ നിരന്തരമായി ഡയാലിസിസിന് വിധേയമാകുന്നവർക്ക് അത് തുടർന്നു കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഒരു പെൻഷൻ പദ്ധതി തുടങ്ങിയത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ ഓർപ്പിക്കുന്നു, തുടങ്ങിയത് മുടങ്ങാതെ നടത്തണം. നമ്മുടെ ഭദ്രാസനത്തിലെ മർത്തമറിയം സമാജം 100 നിർധനരായ വിധവമാർക്ക്, പ്രായമുള്ള അമ്മച്ചിമാർക്ക് 100 പേർക്ക് മരുന്നിനുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്. യുവ വിധവകൾ, കുഞ്ഞുങ്ങളായി കഴിയുന്ന യുവതികളായിട്ടുള്ള അവർക്ക് 1000 രൂപ വെച്ച് 24 പേർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഭദ്രാസനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ജൂബിലിക്ക് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കണം. ജീവിതത്തിൽ മിതത്വം പാലിക്കും, ലാളിത്യം പാലിക്കും, എളിമ ശീലിക്കും. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരംശം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ വിനിയോഗിക്കുമെന്ന് എല്ലാവരും വ്യക്തികളായും ഇടവകയായിട്ടും ഒരു പ്രതിജ്ഞ എടുക്കണം. ജൂബിലിയോടനുബന്ധിച്ച് മാത്രം നമ്മൾ ഇതുപോലെയുള്ള ജീവകാരുണ്യങ്ങൾ ചെയ്താൽ പോരാ. അത് ഒരിടവകയെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ഇടവക എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ട ഒരു നിർവചനം മറ്റുള്ളവരുടെ ഇടയിലെ ദൈവത്തിൻ്റെ വക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരാരും ദൈവത്തിൻ്റെ വകയല്ലോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് സേവനം ചെയ്യുവാൻ ദൈവത്താൽ നിയോഗിതമായ ഒരു സമൂഹമാണ് ദൈവത്തിൻ്റെ ഒരു ഇടവക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ കടമയാണ്, കടപ്പാടാണ് എന്നുള്ളത് മറന്നു പോകരുത്. തകഴി ശിവശങ്കരപ്പിള്ള നിര്യാതനായിട്ട് വർഷങ്ങളായി. തകഴിയുടെ ഒരു ആത്മകഥ അംശത്തിൽ തകഴി പറയുന്നുണ്ട്, തൻ്റെ ജ്ഞാനപീഠം അവാർഡ് ഡൽഹിയിൽ പോയി രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് തകഴി അവിടെ നടത്തിയ പ്രസംഗത്തിൽ തകഴി പറഞ്ഞു, ഞാൻ ഇന്ന് ഈ നിലയിലാകാനുള്ള കാരണം എൻ്റെ മാതാപിതാക്കളാണ് എന്ന്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരുന്നാലും നശിച്ചു പോയാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. നമ്മുടെ ഓരോ കുഞ്ഞും അവരുടെ ജീവിതയാത്രയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതിൽ എൻ്റെ മാതാപിതാക്കളുടെ പങ്കാണ് എന്നുള്ളത് അവരെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് അവർക്ക് കഴിയണം. അതിനനുയോജ്യമായ മാതൃകയുള്ളൊരു ജീവിതവും ആ ദൈവഭയത്തിലും അനുഭവത്തിലും കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ഇടയിൽ ശക്തമാകണം. എല്ലാം അനുഗ്രഹകരമായി നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തേഫാനോസ് സഹോദരന്റെ മധ്യസ്ഥത തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂബിലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ചെറിയാൻ പി വർഗീസ് അച്ഛനോടുകൂടി സഹകരിച്ച വിവിധ കമ്മിറ്റികൾ, ഭാരവാഹികൾ, അവരെ ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു. ഇടവകയെ മൊത്തമായി അഭിനന്ദിക്കുന്നു. ദൈവമായ കർത്താവ് കാണപ്പെടാവതല്ലാത്ത വലതുകരം നീട്ടി വാത്സല്യമുള്ളവരെയും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കുള്ളവരെയും നിങ്ങൾക്കുള്ളതിനെയും സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ജനറൽ കൺവീനർ ജോസ് കുറഞ്ഞൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇടവക മെത്രാപ്പൊലീത്തയുമായ അഭിമന്യ ഡോക്ടർ യുഹാനോ മാർ ക്രിസോസ്റ്റമോസ്, ഇടവകയുടെ വികാരി ആദരണീയനായ ചെറിയാൻ പി വരീസച്ചൻ, ഏറ്റവും ബഹുമാനിക്കുന്ന എബ്രഹാം തറകനച്ചൻ, ഈ ഇടവകയുടെ സ്വന്തമായ ബഹുമാനപ്പെട്ട മാലറ്റ് എബ്രഹാം കോർപ്പിസ്കോപ്പ, അശ്വിൻ ശമാശൻ, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കല്ലൂർപ്പാറ സെൻറ്റ് സ്റ്റീഫൻസ് ഇടവകയെ സംബന്ധിച്ച് ഇത് ധന്യ മുഹൂർത്തമാണ്. ഒരു ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മൾ കയറുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഈ ദേവാലയം കല്ലൂർപ്പാറ പോലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇടവകയിൽ നിന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു പുതിയ ദേവാലയം സ്ഥാപിക്കുവാൻ നമ്മുടെ മുൻഗാമികൾ കാണിച്ച, അവർക്ക് ദൈവം കാണിച്ചു കൊടുത്ത, അവരുടെ പ്രാർത്ഥനാപരമായി അവരുടെ മനസ്സിലേക്ക് ദൈവം കാട്ടിക്കൊടുത്ത ആ സന്മനസ്സിന് ശിരസ് നമിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ജൂബിലിയുടെ ഈ സമാപനത്തിൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് സന്തോഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാർ നമ്മേക്കാൾ ഉപരിയായി സന്തോഷിക്കുന്നു. കാരണം അവരൊക്കെ ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു ദേവാലയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ പള്ളിയുള്ളയിടത്ത് പള്ളിക്കൂടം സ്ഥാപിക്കും. നമ്മെ സംബന്ധിച്ചുള്ളത് ഒരു ശരിയായ വസ്തുതയാണ്. കല്ലൂർപ്പാറ പോലെയുള്ള ഒരു പള്ളിയിലാണ് നമ്മൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പൂർവികന്മാരെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പള്ളിക്കൂടം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയും അത് നടക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അവർ വളരെ മുൻപേ കണ്ടുകൊണ്ടാണ് ആ ഒരു പള്ളിക്കൂടം ഇവിടെ തുടങ്ങിയത്. കാരണം ഈ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പള്ളിക്കൂടത്തിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയും അവർ സ്ഥാപിച്ചു. നിശ്ചയമായിട്ടും വളരെ ഫലപ്രാപ്തി എത്തിയ ഒരു സംഗതിയായിരുന്നു അവരുടെ ദർശനത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊക്കെ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായിട്ടുള്ള കടമ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തൊട്ടതെ എല്ലാം പൊന്നാക്കുന്ന അഭിമന്യ യുഹാനോ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. ഞാനിത് പറയുവാനുള്ള കാരണം, നമ്മുടെ ഈ ജൂബിലിയുടെ തുടക്കം, ജൂബിലിയുടെ ഉദ്ഘാടനം, പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപനം, ഇതെല്ലാം അഭിമന്യ തിരുമനസ്സുകൊണ്ടാണ് നിർവഹിച്ചത്. ഞങ്ങൾക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ യാതൊരു ആശങ്കയുമില്ല. ഈ പരിപാടികൾ, ഈ പെൻഷൻ പദ്ധതിയും മറ്റ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളതായ മുഴുവൻ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നതായ ശതാബ്ദിയിലെ മുഴുവൻ പരിപാടികളും അനുഗ്രഹീതമായിട്ട് നടത്തുവാൻ അഭിമന്യ തിരുമനസ്സിൻ്റെ ആ കൈകൾ തൊട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നതിന് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. ആ പിതാവിൻ്റെ തൃപ്പാദത്തിൽ കൃതജ്ഞതയുടെ പൂക്കളർപ്പിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അഭിമന്യ തിരുമേനിയെ കാണുകയും പ്രോഗ്രാം വെക്കുകയും ചെയ്തു. അഭിമന്യ പിതാവ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി വിശുദ്ധ കുർബാനയിലൂടെയും ഈ യോഗത്തിലൂടെയും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച പരിശുദ്ധ പിതാവിന് ഇടവകയ്ക്ക് വേണ്ടിയും ശതാബ്ദി ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ ഈ ശതാബ്ദി സമാപന സമ്മേളനങ്ങൾ സംബന്ധിച്ച നമ്മുടെ ഇടവകയുടെ അഭിമാനവും കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയുമായ അഭിമന്യ ഡോക്ടർ യാക്കോബ് കുമാർ ഐറോന്യൂസ്, അതുപോലെ തന്നെ UK യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ അഭിമന്യരായ മാത്യൂസ് മാർ തീമോത്യോസ് എന്നീ തിരുമേനിമാരോടുള്ള നന്ദിയും വിധേയത്വവും കടപ്പാടും അറിയിക്കുകയാണ്. അവർ നന്ദി രേഖപ്പെടുത്തുന്നത്. ഈ യോഗത്തിൽ പെൻഷൻ, നമ്മുടെ സ്വപ്ന പദ്ധതിയായ പെൻഷൻ സ്കീമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ആൻ്റണിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടവകയുടെ ചരിത്രം ലോകമെമ്പാടും കാണുന്നതിന് വേണ്ടി ഉള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ തയ്യാറാക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ജോസഫ് മുതിശ്ശേരിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ ആ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശ്രീ ഷിബു കിരയിലിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു.
പിന്നീട് ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സൂസൻ തോമസ് കല്ലുപാറ ഇടഭാഗമാണ്. ശ്രീ സൂസൻ തോമസിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി എനിക്ക് ഗോവിന്ദൻ അർപ്പിക്കാനുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന, ഏത് സമയത്തും നമ്മോടൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ നൽകി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി ചെറിയാൻ പി പോലീസും നമ്മുടെ പ്രിയപ്പെട്ട ബാബച്ചനാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും അത് കൂടിപ്പോവുകയില്ല. കാരണം ഏത് സമയത്തും ഒരു കമ്മിറ്റി വെക്കുകയാണെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് കടന്നു വന്ന് നമുക്കുള്ള നേതൃത്വങ്ങളൊക്കെ നൽകുന്ന അദ്ദേഹത്തോട് ഈ ശതാബ്ദി കമ്മിറ്റിക്കുള്ള ഔപചാരികതയുടെ പേരിലുള്ളതായ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇടവകയുടെ അഭിമാനമായ മാരേട്ട് എബ്രഹാം കോർപ്പിസ്കോപ്പ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയത്. കാരണം വളരെ നേരത്തെ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യണമെന്ന്. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കൊച്ചമ്മയോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ വന്ന് സംബന്ധിച്ചു. നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എബ്രഹാം കോർപ്പിസ്കോപ്പച്ചനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം തലയനച്ചൻ ഈ വേദിയിലിരിപ്പുണ്ട്. എന്നെക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഇരിക്കുന്ന തലമുറന്ന എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള എബ്രഹാം തലയനച്ചൻ, അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയിരുന്ന തലയനച്ചൻ ഇപ്പോഴും നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം വന്ന് സഹകരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ബഹുമാനായ എബ്രഹാം തലയനച്ചനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയുന്നതായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഈ ശതാബ്ദിയുടെ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി, അതിലൊക്കെ ഉപരിയായിട്ട് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ സി ജെ അബ്രഹാം, ശ്രീ ഷൈനു പിച്ചറിയാൻ, ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24 മണിക്കൂറും ഈ പള്ളിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ജൂബിലിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച 2 വ്യക്തികളാണ്. അവരോട് ഔപചാരികതയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ശതാബ്ദി കമ്മിറ്റിയുടെ വിവിധ കൺവീനർമാരായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. പ്രിയപ്പെട്ട ശ്രീ സി ജെ അബ്രഹാം, ശ്രീ കെ ടി ചെറിയാൻ, ശ്രീ ഷാജി പി ജോർജ്, ശ്രീ സണ്ണി ശിവമംഗൽ, അതോടൊപ്പം തന്നെ ഈ കൊയറിൻ്റെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശ്രീ സി കെ മത്തായി സാറ്, നമ്മുടെ ശതാബ്ദി ഗാനത്തിന് നമ്മുടെ ശതാബ്ദി ഗാനം സംഗീതം നിർവഹിച്ച ടി ജോർജ് കുട്ടി തിരുവനന്തപുരം, ശതാബ്ദി ഗാനം എഴുതിയ എലിസബത്ത് മൂക്കറാമണ്ടിൽ, അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ ഒരു പഠിപ്പുര നമുക്ക് നിർമ്മിച്ച് നൽകിയത് നമ്മുടെ പെരിയലത്ത് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങളുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ശതാബ്ദി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ശ്രീ എം ഒ എബ്രഹാമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ ഇതുപോലെ തന്നെ നമ്മുടെ റാസയിലും മറ്റേ പെരുന്നാൾ ചടങ്ങുകളിലും ഒക്കെ നമുക്ക് നേതൃത്വം നൽകിയ വൈദിക ശ്രേഷ്ഠരുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ്. ഞാനത് തുറന്നു പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ശതാബ്ദി കമ്മിറ്റി കൂടുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് കൂടുന്നത്. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആണുങ്ങളാണ്, പല സ്വഭാവക്കാരാണ്, എപ്പോഴും ഒരു ടെൻഷനോട് കൂടിയാണ് എല്ലാവരും വരുന്നത്. എല്ലാം പല കാര്യങ്ങളൊക്കെ വരുന്ന തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം ഇതെല്ലാം ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടിയാണെന്നുള്ള ലക്ഷ്യത്തോടു കൂടി, ഒരു മനസ്സോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജൂബിലി ഇവിടെ വിജയിക്കുന്നതിനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ ഇടവകയിലെ ജനങ്ങൾ, ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ മനവരിലുള്ള പ്രാർത്ഥന, എന്തിനും ഏത് വിഷയത്തിനും, ഞാൻ പറഞ്ഞില്ലേ ഈ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഈ കമ്മിറ്റിക്ക് വളരെ തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള കരുത്തും ധൈര്യവും ഒക്കെ നൽകിയത് ഈ ഇടവകയിലെ ജനങ്ങളാണ്. എന്നും അവരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങളോടും, പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളോടും സഹോദരങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് എല്ലാ ആത്മീയ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തകരും, ആത്മീയ സംഘടനയുടെ പ്രവർത്തകർ ഈ ജൂബിലിയുടെ, ഈ ശതാബ്ദിയുടെ പരിസമാപ്തിയിലെത്തി നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുകയും ഇതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു കൂട്ടരാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അനുജന്മാർ.
ഒരു ഇതിൻ്റെ നാളുകളായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ ഒരു കൂറ്റൻ നക്ഷത്ര വിളക്ക് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മുളയിൽ നിർമ്മിച്ച് ഇവിടെ നമ്മൾ ഉയർത്തിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഈ ശതാബ്ദിയുടെ ഇവിടെ കാണുന്ന കെട്ടിലും മെട്ടിലും ഒക്കെ കാണുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പറ്റം ചെറുപ്പക്കാര് ധീരമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇത് വിജയം ഭരിക്കുന്നവരായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവഴിക്ക് സമീപമുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ ഈ ജൂബിലിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരാളുടെ പേര് പ്രത്യേകം എടുത്തു പറയുകയാണ്, ശ്രീ അനിയൻ കുഞ്ഞ് പാലാനന്ദൻ. കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ റാസ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരു കുത്തുവിളക്ക് കുരിശിക്കൽ മുതൽ പള്ളിയുടെ സമീപം വരെ 2 സൈഡിലും വെച്ച്. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റാത്തതായിട്ടുള്ള ചില മാതൃകകളാണ് നമ്മുടെ ഇടവഴിയുടെ ഈ നമ്മുടെ സമീപ പ്രദേശത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കാണിച്ചിട്ടുള്ള ആ നന്ദിക്കുള്ള നിശ്ചിതമായിട്ടുള്ള തിരിച്ചുള്ള ആ ഒരു കൃതജ്ഞത വാക്കിനോട് മാത്രമേ പ്രകടിപ്പിക്കുവാൻ സാധ്യമുള്ളൂ. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആർക്കെങ്കിലും നന്ദി പറയുവാൻ പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ, കാരണം ഇതിൻ്റെ തുടക്കം മുതൽ ജൂബിലിയുടെ ഉദ്ഘാടനം മുതൽ സമാപനം വരെയുള്ള എല്ലാ ചടങ്ങുകളിലും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വേണ്ടത്ര വാർത്താ പ്രാധാന്യമൊക്കെ ഇതിന് നൽകുകയുണ്ടായി. അവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അതിൻ്റെ ചുമതലക്കാർ, ഇടവകയുടെ ശുശ്രൂഷകരും കെയർടേക്കറും ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് നന്ദി രേഖപ്പെടുത്തുവാൻ എന്നും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പരമകാരുണികനായ ദൈവത്തിനാണ്. കാരണം ആ സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് പരിശുദ്ധനായ സ്തേഫാനോസിന്റെ നാമത്തിലുള്ളതായ ഈ ദേവാലയത്തിൻ്റെ ശതാബ്ദി അതിൻ്റെ ഈ ഇത്രയും ഭംഗിയായിട്ട് ഈ സമാപനത്തിൻ്റെ അന്ത്യം കുറിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ നിശ്ചയമായിട്ടും പരമകാരുണികനായ ദൈവത്തിൻ്റെ മുമ്പിൽ സർവ്വ കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇനിയും വരുന്ന നാളുകളിലും നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള കുർബാനയും പ്രാർത്ഥനയും എല്ലാം നമുക്ക് മാത്രം പ്രയോജനകരമാകാതെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിച്ച ജനറൽ കൺവീനർ ജോസ് കുറിയർ നമുക്കെല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിച്ചുവെങ്കിൽ ഇടവയുടെ നാമത്തിലുള്ളതായ നന്ദി സ്നേഹവും ജനറൽ കൺവീനറായിരുന്ന ജോസ് കുറിഞ്ഞൂരിനും അർപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ജൂബിലിയുടെ ഭാഗമായിട്ട് ഞാനീ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ നിങ്ങൾ വന്ന് കാണാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ അച്ഛനിൽ കൂടി തരാമെന്നാണ്. ബാംഗ്ലൂരിൽ വന്നാൽ ഒരു ദിവസം വൈകിട്ട് ഇവിടുന്ന് കയറിയാൽ രാവിലെ അവിടെ വന്ന് ഈ സ്ഥാപനങ്ങളെല്ലാം കണ്ട് അന്ന് തന്നെ വൈകിട്ട് കയറി നിങ്ങൾക്ക് തിരിച്ച് വരാവുന്നതാണ്. ബാംഗ്ലൂർ വന്നാൽ ഈ സ്ഥാപനങ്ങൾ കാണാം. തിരുവനന്തപുരത്ത് വരുന്നതിലും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ആലോചിച്ച് ചിന്തിക്കും. ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്ത ശ്വേതാ സാറാ വർഗീസിനെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാതോലിക്ക മംഗളഗാനം ആലപിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അതേ തുടർന്ന് അഭിമന്യ തിരുമേനിയുടെ സമാപന പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാരിത്വം നൂറ്റാണ്ടുകൾ ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാരിത്വം നൂറ്റാണ്ടുകൾ കൈമറിഞ്ഞെത്തി വന്യപിതാവിന ദീപം കൊളുത്തിനിയായിരമാ ദീപം കൊളുത്തിനിയായിരമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി
ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.